അതാകുമ്പോൾ ഒന്നെങ്കിൽ ഏറിപ്പോവും, ഇല്ലേ നന്നായി വരും. മിക്കവാറും ആദ്യം പറഞ്ഞത് ഞാൻ വീണയ്ക്ക് ദാനമായിട്ട് കൊടുത്ത ജീവിതമാണ്. ഞാൻ മറ്റേ ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ പറയല്ലേ, പൂച്ച തൂറിയ പോലെ പറയല്ലേ, പൂച്ച തൂറിയ പോലത്തെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നിൽക്കും അവള്. LLBക്ക് ചേരാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് കൊടുത്തിട്ട് വഴിതെറ്റി സിനിമയിൽ വന്ന ആളാണ്. 3 പർവം എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു. ജാനി ഒരു നെപ്പോ കിഡായിട്ടാണോ അറിയപ്പെടുന്നത്? അല്ല, അത് അവള് തന്നെ സ്വയം പറഞ്ഞ് കളിയാക്കിയിട്ടാണ്. ഞാനൊരു നെപ്പോ കിഡാണ് എന്ന് പറഞ്ഞിട്ടാണ് അവള് തന്നെയാണ് അവൾ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതൊക്കെ. അഭിനയം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെപ്പടി വിദ്യ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു. അതിൽ മാധുവിന്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. പക്ഷെ അത് നടന്നില്ല. സെൽഫ് ഗ്രൂമിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. ഉർവശി ചേച്ചി, ലളിതാമ്മ, സുകുമാരിയമ്മ, കൽപ്പന ചേച്ചി, ഈ ഒരു സർക്കിളാണ് ഞാൻ ശരിക്കും. പിന്നെ മീനാമ്മ, അങ്ങനെ ഒരു ഇതാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുള്ളത്. മരണം വരെ എനിക്ക് അഭിനയിക്കണം എന്ന് എത്തുന്ന ഒരു സ്റ്റേജില്ലേ, അത് ഏത് പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അത് ഏത് സമയത്തായിരുന്നു? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഹോം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം റീസെൻ്റ് ആയിട്ടാണ് എനിക്കത് വന്നത്. ചേച്ചി ഉള്ളുകൊണ്ട് ഒരു വട്ടമെങ്കിലും ആലോചിച്ചിട്ടില്ലേ? സ്റ്റേറ്റ് നമ്മളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഗവൺമെന്റ് നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത്. ഇത് അനൗൺസ് ചെയ്യുന്ന അന്ന് എല്ലാ മീഡിയയും എൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണല്ലോ അത്രയും പ്രശ്നമായത്. കാരണം അവർക്ക് കിട്ടിയ ഇതനുസരിച്ചിട്ട് ഞാനായിരുന്നു വരേണ്ടത്. ലളിതാമ്മയുടെ താമസിച്ചിരുന്ന ഫ്ലാറ്റിലെ ഓണത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അവിടെ ചെന്നപ്പോൾ ഒരുതരം തരിപ്പ് കയറിയടാ. തമിഴോ അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെയുള്ള വെബ് സീരീസുകളിൽ നിന്ന് കോള് വരികയോ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുകയോ എന്താണെന്നറിയില്ല, എൻ്റെ സമയത്തിൻ്റെ അന്ന്. പക്ഷെ എങ്ങനെയൊക്കെയോ തെന്നി മാറിപ്പോയി. എനിക്കറിയില്ല എന്താന്ന്. ലാസ്റ്റ് കൺഫേം ആയതാണ്. അവിടുത്തെ അസോസിയേഷനിൽ, എനിക്കറിയില്ല എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത്, അവിടുത്തെ അസോസിയേഷനിൽ അത്രയും ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിട്ടും മലയാളത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ തമിഴിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അവിടെ ഇച്ചിരി പ്രശ്നം ഉണ്ടായി. കഴിഞ്ഞ മാസം എനിക്ക് വീണ ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ലൈഫിലേക്ക് തിരിച്ചു പിടിച്ചത് അങ്ങനെ ഒരാളുണ്ടോ ലൈഫിൽ? അമ്മ. അത് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഒരു പക്ഷേ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ പറയാൻ തന്നെ അറിയാമല്ലോ, അമ്മയോളം വരില്ല ഒന്നും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വീണ നായരാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിനും എന്താ പറയുക തീരുമാനത്തിനൊക്കെ ശേഷമാണ് ഞാനിങ്ങനെ ഒരു ഷോ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെ ആവണം എൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ വരേണ്ടതെന്ന് എനിക്ക് അത്രയും നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ആളെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ആദ്യം തന്നെ ബ്ലാ ബ്ലാ വീണ എന്ന ഈ ഷോയിലേക്ക് എൻ്റെ മഞ്ജു ചേച്ചിക്ക് സ്വാഗതം. നല്ല പേരിടി, ബ്ലാ ബ്ലാ വീണ. നല്ലല്ലേ? ഇതിനപ്പുറത്തേക്കൊരു പേരിടാനില്ല. ബ്ലാ ബ്ലാ വീണ, ബ്ലാ ബ്ലാ വീണ. കാരണം ബ്ലാ ബ്ലാ പോലെയല്ല, ഞാൻ എപ്പോഴും അങ്ങനെയല്ലേ സംസാരിക്കുന്നത്. ബ്ലാ ബ്ലാ ബ്ലാ, അതാ ഉദ്ദേശിച്ച സാധനം. പിന്നെ ഈ കഴിഞ്ഞ ദിവസം ആരും പറയുമല്ലോ, ബ്ലാ ബ്ലാ എന്ന് പറഞ്ഞിരുന്നത് കുറച്ച് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള വേർഡാണെന്ന് പറയുന്നത് കേട്ടു. ബ്ലാ ബ്ലാ ബ്ലാഷിപ്പ്, അതായിരിക്കും. അത് വേറെ, അത് ഉദ്ദേശമല്ല. ഞങ്ങൾ എന്ത് പേരിടണമെന്ന് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ലാസ്റ്റ് ഞാനിങ്ങനെ ബ്ലബ്ലബ്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾ തന്നെയാണ് പറഞ്ഞത്, വീണ ചേച്ചി ബ്ലാ ബ്ലാന്ന് ഇട്ടാലോ, ബ്ലാ ബ്ലാ വീണ. അതാകുമ്പോൾ ഒന്നെങ്കിൽ ഏറിപ്പോവും, ഇല്ലേ നന്നായി വരും. മിക്കവാറും ആദ്യം പറഞ്ഞത്. എന്നുണ്ട് വിശേഷം? എന്ത് വിശേഷം? കാണുന്നവർ വിചാരിക്കും അയ്യോ ഇവര് ഇത് ഫോർമലാ, എന്നും കാണുന്നവരെന്താന്ന്. വെറുതെ ഞങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ കുറേന്നല്ല, കുറച്ച് വർഷമായെന്ന് വേണം പറയാൻ. കഴിഞ്ഞ മാസം എനിക്ക് വീണ ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലായിരുന്നു, ഫേസ്ബുക്കിൽ എങ്ങനെ വാട്സാപ്പിൽ അയച്ചാൽ കിട്ടിയാലെന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ചേച്ചി, എന്ത് എന്നോട് മിണ്ടാത്തേ ചേച്ചി, എന്ത് എന്നെ കാണാൻ വരാത്തേ, ഞാൻ എന്താ തെറ്റ് ചെയ്തു ചേച്ചി? എനിക്കൊന്ന് വിഷമം വന്നിട്ടേ കുറേ നാളായിട്ട് ഞാൻ വിളിക്കുന്നു, എനിക്കൊന്ന് കാണണം, എനിക്കൊന്ന് മിണ്ടണം. കാരണം എനിക്ക് കുറേ കണ്ടാൽ പിന്നെ കുറേ നേരം സംസാരിക്കുമല്ലോ, പറയുന്ന മുഴുവൻ അത്ര നാളത്തെ കഥകൾ ഉണ്ടാവുമല്ലോ പറയാൻ. അതുകൊണ്ടാ നിന്റെ പ്രോഗ്രാമിന്റെ പേരിലില്ലേ ബ്ലാ ബ്ലാ വീണ, അതുകൊണ്ടാ നീ എന്നെ വെറുതെ
എനിക്ക് ഒരുപാട് പണിയുടെ ഇടയിലായിരിക്കും ഞാൻ 1 മണിക്കൂർ എടുത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ബ്ലാ ബ്ലാ. എന്നിട്ട് ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വിളിച്ചിട്ട് ഞാൻ ജ്യോതി ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ സർപ്രൈസ് ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ കേക്കുമായിട്ട് ഇനി ഞാനിവിടെ ഹോളിഡേൻ്റെ വാതൊക്കെ വന്നിട്ട് തിരിച്ചു പോയിട്ട് വരുമല്ലോ. അതുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് വിഷമമായി. എന്നിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേനും ചേച്ചി വേറെ ആരോ എടുത്ത് പോയി കേക്ക് സർപ്രൈസ് ആയിട്ട് വേറെ ആരോ സിമീനെടുക്ക പോയി കേക്ക് മുറിച്ചു. അല്ലേലും എന്നെയൊക്കെ എന്നാ നോക്കാം. ഇനി പിന്നീട് ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അപ്പോഴാണ് രാത്രിയിൽ വെളുപ്പിന് 1 മണിക്ക് എന്തോ ആണ് സഡടിച്ചിട്ട് എനിക്കറിയാം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ. അത് കഴിഞ്ഞാൽ പിന്നെ ഓർത്ത് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടല്ലോ, അവരും ഇത് കാണുമല്ലോ എന്ന് അപ്പം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. ചേച്ചി അത് കണ്ടുമല്ലോ. ഞാൻ കണ്ടു. എന്നിട്ട് എന്നെ ചേച്ചി വിളിച്ചു, നിനക്ക് എന്നാ പ്രശ്നം, നിനക്കെന്ത് വയ്യേ, നിനക്ക് എന്നെ തലയ്ക്ക് പ്രാന്താണോ എന്ന് ചോദിച്ചു. കാരണം ഒരുപാട് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ നിനക്കിപ്പോൾ അറിയാലോ നിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, തിരക്ക് ബഹളങ്ങൾ എല്ലാം. എനിക്ക് അതുപോലും ഇല്ല. വീട്ടിൽ പോലും അമ്മ ചോദിച്ചു തുടങ്ങി, മക്കളെ ഒരു ഫോട്ടോ അയച്ചു ഒന്ന് കാണാനാണ്, നിൻ്റെ മുഖം മാറിയോ ഒന്ന് കാണാനെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. എന്താ വരുന്നേ, ഒന്ന് വന്നിട്ട് പോവോ, കാണാനുള്ള കൊതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു തുടങ്ങി പാവം. അതിലൂടെ പുതിയ സംരംഭം തുടങ്ങി. പിള്ളേഴ്സ് പെർസ്പെക്റ്റീവ്. അതെന്താ തുടങ്ങാനുള്ള ഒരു ചെയ്തോ വികാരം? അത് ആക്ച്വലി എൻ്റെ ബ്രദറാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ബ്രദറിന് വേണ്ടിയിട്ട്. ബ്രദർ ആക്ച്വലി ദുബായിലായിരുന്നല്ലോ, അറിയാലോ. അവൻ ദുബായിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഇവിടെ വന്ന് കുറേയൊക്കെ ചെയ്തപ്പോൾ അവന് കൂടുതലും അവൻ്റെ ഫീൽഡ് വേറെ ആയിരുന്നു. അവിടെ സ്റ്റീൽ ഇതിൽ ബേസ്ഡ്. എൻ്റെ വേറൊരു ബ്രദർ അവിടെ ഫാക്ടറിയാണ് സ്റ്റീലിൻ്റെ, ശ്യാം ചേട്ടൻ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്ക് ഓൺ ചെയ്യുന്നുണ്ട്, ഒരു 3-4 ഫാക്ടറി തന്നെ ഓൺ ചെയ്യുന്നുണ്ട്, മെറ്റൽ കെയർ എന്ന പേര്. അപ്പോൾ അതിൽ ഒരെണ്ണം ഇവനെ ഹാൻഡിൽ ചെയ്തിരുന്നു. പക്ഷെ അവൻ്റെ സിനിമ ബ്ലഡ് അല്ലേടാ, അവൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് സിനിമ മേക്കിംഗ് അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവൻ അങ്ങനെ ഒരു തിരിച്ചു വന്നു. പിന്നെ എല്ലാവർക്കും അതൊരു ഇതായി, കാരണം ഉണ്ടായിരുന്ന നല്ലൊരു ജോലി കളഞ്ഞിട്ട് വന്നതിൻ്റെ ദേഷ്യം, ആരും സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നുമില്ല. അപ്പോൾ അവൻ കുറച്ച് ഡിപ്രഷൻ അങ്ങനെ കുറച്ച് ഇതിലേക്ക് പോയി. അങ്ങനെ ഒരു ഇതിൽ ഞാൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഒത്തിരി പേര് വരുന്നുണ്ട് അല്ലേ? ഞാൻ ആക്ച്വലി അതൊരു മൂവി മേക്കിംഗ് തന്നെയാണ്. എൻഡ് ഓഫ് ദി ഡേ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം മൂവി മേക്കിംഗ് തന്നെയാണ്. പക്ഷേ നമ്മളെ കൊണ്ട് ഇപ്പോൾ കൂടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു സാധനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മളെ പേര് വന്നു കഴിഞ്ഞ് നമ്മൾ വെറുതെ സ്റ്റാർട്ട് ചെയ്തതാണ് ആക്ടിങ് വർക്ക്ഷോപ്പ്. മനസ്സിലായി. അതൊരു വെറുതെ അല്ല, ഐ മീൻ നമുക്ക് എന്തെങ്കിലും ചുമ്മാ പേര് വെച്ചിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇട്ടതാണ്. അപ്പം അത് വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര സക്സസ് ആയി. ഞാനിപ്പോൾ എന്നിട്ട് എനിക്ക് വിഷമം വന്നൊരു കാര്യം പറയട്ടെ. എന്നോട് മാത്രം ആശംസ ചോദിച്ചില്ല, പിന്നുള്ള വിഷമം അതായിരുന്നു. ഇതൊന്നും വലിയ സംഭവമല്ല. എൻ്റെ സ്വഭാവം പണ്ടറിയാമല്ലോ. ചേച്ചി ആരോടെങ്കിലും കുറച്ച് നേരം തട്ടിമുട്ടി ചെയ്ത സമയത്ത് ഇച്ചിരി നേരം മിണ്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഓർമ്മയില്ലേ അവരോടൊന്നും എത്ര സംസാരിക്കാനുള്ള അത് സ്ഥിരമുള്ളതാണ്. അപ്പോൾ ആ സാധനം തന്നെ, മിണ്ടുന്നില്ലെങ്കിലും സംസാരിക്കുന്നില്ലെങ്കിലും കോണ്ടാക്റ്റ് ഇല്ലെങ്കിലും എന്നാലും എന്നോട് ആശംസ ചോദിച്ചില്ല. അതൊക്കെ എനിക്ക് പ്രശ്നമായിരുന്നു. അതെല്ലാം കൂടെ ആലോചിച്ചിട്ട് അന്ന് മെസ്സേജ് അയച്ചത്. അങ്ങനെയൊന്നും ഇടയ്ക്ക് വെച്ചിട്ട് ഒരു സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തല്ലായിരുന്നു, മറ്റേ അനുശ്രീ ഹീറോയിൻ ആയിട്ട് ചെയ്തത്. അത് ആക്ച്വലി ഫണ്ടിങ് ഇതുണ്ടായിരുന്നു. സുജിത്ത് അല്ല, ഓട്ടോറിക്ഷ. പക്ഷെ ആ സമയത്ത് എനിക്കറിയാം ചേച്ചി ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. കാരണം അയ്യോ ഇത് ടെൻഷൻ ഇല്ലെന്നാണോ, നീ ഒരെണ്ണം കണ്ട ചെയ്തില്ലേ? അയ്യോ ഉറപ്പിക്കല്ലേ. അയ്യോ ഇതൊരു വല്ലാത്ത ഇതാ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് കടന്നിട്ടില്ല ഞാൻ. പക്ഷേ നമ്മുടെ ഈ ആക്ടിങ് വർക്ക്ഷോപ്പിന് വരുന്ന പിള്ളേരുണ്ടല്ലോ, ആ കുട്ടികളെ വെച്ചിട്ട് ഞാനൊരു വെബ് സീരീസ് പ്ലാൻ ചെയ്യുന്നു. അല്ല തുടങ്ങി. അത് ആക്ച്വലി യൂട്യൂബ് അങ്ങനെ ബേസ് ചെയ്തിട്ടൊരു ഔട്ട് വന്നിട്ടില്ല. ഷൂട്ട് 4 എപ്പിസോഡ് എടുത്തു. അതിന്റെ ഡബിങ് ഇത് കാര്യങ്ങൾ നടന്നു. വരുന്നവരെ വെച്ചിട്ട് അപ്കമിങ് ടാലൻസിനെ കൊണ്ടുവരാൻ അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അതല്ലേ. ചിലപ്പോൾ ഒരു സിനിമയിലേക്ക് പലരും പറയും എന്നെ സിനിമയിൽ എവിടെയെങ്കിലും പറയണേന്ന് പറയും. പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അവർ കേൾക്കണമെന്നില്ല. സോ എനിക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്നാൽ കഴിയുന്ന ഒരു ചാൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല കുട്ടികളുണ്ട് കേട്ടോ, നല്ല ടാലൻ്റ് ഉള്ള പിള്ളേരുണ്ട്. ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഫീൽഡായി ചെയ്ത്. ചേച്ചി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പം മുന്നേ അത് ചെറുതിലെ മുതലേ ഞാൻ ഇൻഡസ്ട്രിയിൽ എന്തായാലും വരും അങ്ങനെ തന്നെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. അത്രയും വലിയൊരു എന്താ പറയുക അഭിനയ കുടുംബത്തിൽ നിന്നാണ് വന്നിരുന്നത് നമുക്ക് ഉറപ്പായിട്ട് പറയാം. ചേച്ചിക്ക് അങ്ങനെ ചെറുതിലെ മുതൽ ആഗ്രഹമുണ്ടോ ഇൻഡസ്ട്രിയിൽ വരണം, അഭിനയിക്കണം?
ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നേ, നമ്മുടെ മനോരമയുടെ ഹെഡ് സതീഷ് ഞാൻ വന്നത് നമ്മുടെ ഹൈക്കോർട്ടിൽ വർക്ക് ചെയ്യുന്ന അഡ്വക്കേറ്റാണ് രാഹുൽ. അപ്പോൾ രാഹുലിനോട് ഞാൻ പറയുമായിരുന്നു, അതായത് LLBക്ക് ചേരാനായിട്ട് ആപ്ലിക്കേഷൻ ഫോം കൊണ്ട് കൊടുത്തിട്ട് വഴിതെറ്റി സിനിമയിൽ വന്ന ആളാണ്. എനിക്ക് LLB ആയിരുന്നു, ലോ ഭയങ്കര ഇഷ്ടമായിരുന്നു, നിയമം പഠിക്കണം എന്നുള്ളത്. പക്ഷെ അവിടുന്ന് വഴിമാറി വന്നതാണ്. ആക്ച്വലി എൻ്റെ അച്ഛന് ഭയങ്കര കലയോട് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്കങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സിനിമ കാണാൻ ഇഷ്ടമായിരുന്നു എന്നതിലപ്പുറത്തേക്ക് അങ്ങനെ ഒരു. എന്നാൽ ഞാൻ വളർന്നത് മുഴുവൻ കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട് പണ്ടത്തെ, K. ജയകുമാർ അദ്ദേഹത്തിൻ്റെയൊക്കെ അച്ഛൻ. അപ്പോൾ അവരുടെ വീട്ടിലാണ് ഞങ്ങൾ 10 വർഷം, എൻ്റെ 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെ അവരുടെ തറവാട്ടിലാണ് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അച്ഛൻ VSSCയിലാണ് വർക്ക് ചെയ്തത്. അച്ഛൻ ബാംഗ്ലൂരായിരുന്നു, ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം അവിടെ താമസിച്ചിരുന്നത്. എന്നാൽ സിനിമാക്കാരുടെ ഇടയിലാണ് ഞാൻ വളർന്നത് മുഴുവൻ. സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടില്ല. പക്ഷേ അച്ഛൻ VSSCയിൽ ശ്രീ മൂർത്തി സാറ് അച്ഛനും കൂടെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. മൂർത്തി സാറിൻ്റെ സൂര്യ എന്ന് പറയുന്ന ഒരു കലാ സംഘടന, അതിൽ സൂര്യ ഫെസ്റ്റിവലുണ്ട്, സൂര്യ ഫിലിം ഫെസ്റ്റിവലുണ്ട്, ഡാൻസ് ഫെസ്റ്റിവലുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് അതിൽ വരാനിരുന്ന ഒരു കുട്ടി വന്നില്ല. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വേണം, എക്സാം ടൈമും. അപ്പോൾ വരാതെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുമ്പം, അതായത് ഇന്ന് ആ കുട്ടി വരുന്നില്ല, 2 ദിവസം കഴിഞ്ഞ പരിപാടിയാണ്. അപ്പോൾ ആളെ കിട്ടുന്നില്ല. അങ്ങനെ അച്ഛന് ഭയങ്കര താല്പര്യമാണല്ലോ. അച്ഛൻ പറഞ്ഞു, അതിങ്ങനെ മോളുണ്ട്, ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അമ്മ വാളെടുത്തു, പറ്റില്ല. 10ാം ക്ലാസ്സിൻ്റെ എക്സാം, അന്ന് +2 ഒന്നും ഇല്ലല്ലോ, നേരെ പ്രീ ഡിഗ്രിയാ. അപ്പോൾ പറഞ്ഞു പറ്റത്തില്ലെന്ന് പറഞ്ഞു, വിടത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഈ അപ്പൂപ്പൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ കണ്ട് സിനിമയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കൂടെ ആയിരിക്കണം. അമ്മ പറഞ്ഞില്ല, കൊച്ചിൻ്റെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള അഭിനയവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം അച്ഛനും ഈ ഭയങ്കര ഇഷ്ടമായിട്ട് നാടകത്തിനൊക്കെ പോകുമായിരുന്നേ. അച്ഛൻ കട്ടൊക്കെ പോകും. എന്നിട്ട് അമ്മയുടെ സാരിയൊക്കെ കൊണ്ടുപോയി കീറി കളഞ്ഞിട്ടുണ്ട്. സാരി മറ്റേ ഇങ്ങനെ ഉടുക്കത്തില്ലടാ, മറ്റേ തച്ചോളി ഒതേന്നോട്ടൊക്കെ അഭിനയിക്കാൻ പോയിട്ട് അമ്മയുടെ പട്ടുസാരിയൊക്കെ ഉടുത്തിരുന്നത്, അതൊക്കെ കീറിക്കൊണ്ട് വന്ന് ആദ്യം ഈ കലിയൊക്കെ ഉണ്ടാൻ പറ്റി. എന്നിട്ട് അമ്മ പറഞ്ഞ് പറ്റത്തില്ലെന്ന് പറഞ്ഞു, അവളെയും കൂടി ഇനി ഇതാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവസാനം പിന്നെ സ്കൂളിൽ നിന്ന് പെർമിഷൻ എടുക്കണമല്ലോ. അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ പെർമിഷൻ എടുത്ത് നല്ല മാർക്ക് മേടിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ സ്ത്രീ പർവം എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു. അത് ഓൾ കേരള കളിച്ചതാണ്. അത് സിനിമയ്ക്കും നാടകത്തിനും ഇടയിൽ നിൽക്കുന്ന ഒരു ഇതാണ്. വലിയൊരു മൈതാനം എടുത്തിട്ട്, ഗ്രൗണ്ട് എടുത്തിട്ട് പല സ്ഥലങ്ങളിൽ സെറ്റ് ഇട്ടിട്ട് ലൈറ്റും സൗണ്ടും വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പം അത് ചെയ്ത് അവിടുന്നാണ് ഞാൻ പിന്നെ എൻ്റെ കലാരൂപം അഭിനയം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് സിനിമയിലേക്കാണോ ചോദിച്ചാൽ ആദ്യം വെറുതെ സീരിയൽ? അല്ലല്ല, ഞാൻ ആദ്യം സീരിയലിലാണ് വരുന്നത്. അതായത് കൃഷ്ണൻ നായർ, ഞാൻ മാമ എന്നാണ് വിളിക്കുന്നത്. മാമൻ്റെ അസിസ്റ്റൻസ് ആയിരുന്നു GS വിജയൻ, K. മധു, ഹരിഹരൻ സാർ, മധു എല്ലാവരും. അപ്പോൾ GS വിജയൻ അങ്കിള് ചെപ്പടി വിദ്യ എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരുന്നു, കേട്ടിട്ടുണ്ട്. അന്ന് മോനിഷയും മാധു ഒക്കെ ആയിരുന്നു അന്ന് അതിൽ അഭിനയിച്ചിരുന്നത്. അതിൽ മാധുവിൻ്റെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. അച്ഛൻ്റെ അടുത്ത് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു ഞങ്ങളുമായിട്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് നടന്നില്ല, നിർഭാഗ്യവശാൽ അത് നടന്നില്ല. അത് വേറെ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് നടന്നില്ല. അപ്പം ആ ഫോട്ടോസ് കണ്ടിട്ട് VN മോഹൻദാസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത സത്യവും മിഥ്യയും എന്ന് പറഞ്ഞൊരു ദൂരദർശനിൽ വന്നൊരു 13 എപ്പിസോഡ്, 13 എപ്പിസോഡ് ഓരോ സ്റ്റോറീസ്. അത് ഞാൻ ഇതാരാ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എന്നെ അവരൊക്കെ വിളിക്കുന്ന മഞ്ചാടി എന്നാണ്. അപ്പോൾ പറഞ്ഞു മഞ്ചാടി അപ്പോൾ നമ്മളെ മഞ്ചാടിയാന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് മോഹൻദാസ് അങ്കിളിൻ്റെ സത്യമിഥ്യയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അയ്യോ അതൊന്ന് കാണണം. അയ്യോ എന്നെ തന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറപ്പ് തോന്നും. എൻ്റെ അഭിനയം കണ്ടോ അത്ര വൃത്തികേടാണോ? അല്ലല്ല, ഞാൻ പറയട്ടെ ചേച്ചി, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം എന്ന് പറഞ്ഞാലും ചേച്ചിയുടെ ഉള്ളിൽ നല്ലൊരു അഭിനയത്തിന് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ഒരു ലെവലിലെത്തി ഇത്രയും സിനിമകൾ ചെയ്യുന്നത്. അതിപ്പോൾ അന്ന്
അത് കണ്ടുപിടിച്ചത് എന്താ പറയുക ആ ഒരു പ്രോജക്റ്റിലൂടെയാണ്. അന്ന് പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഓരോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മുഖം ഇരിക്കുന്നത്. സത്യം, ഞാൻ അഭിനയിക്കും, എൻ്റെ വാ ഇങ്ങനെ തുറന്നിരിക്കും. അവർ പറയുന്നുണ്ടായിരുന്നു വാ അടച്ചു വെക്കുന്ന, പക്ഷേ എനിക്ക് വർത്തമാനം പറഞ്ഞിരുമ്പോൾ ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുള്ളൂ സീരിയസ് ആയിട്ട്. അതൊക്കെ പോയി, എന്ത് നന്നായി നശിച്ചു പോയത്, തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നശിച്ചു പോയി. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ആരും വിളിക്കത്തില്ലായിരുന്നു എന്നെ. പക്ഷേ ഞാൻ നല്ല നടി ആയത് ഓഫ് കോഴ്സ് നമ്മളുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ്. നമ്മൾ വർക്ക് ചെയ്തു തുടങ്ങി. പിന്നെ ഒരു നല്ല നടിയാവാൻ വേണ്ടിയിട്ട് സെൽഫ് ഗ്രൂമിങ് എന്ന് പറയും. ഞാൻ ഒരു ജിരിയിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് സെൽഫ് ഗ്രൂമിങ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയും. ഒരാൾ ഗ്രൂം ചെയ്യുന്ന നല്ലതാണ്, പക്ഷേ സെൽഫ് ഗ്രൂമിങ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. നമ്മൾ പലതും കണ്ടിട്ട്, നമ്മളൊക്കെ ലളിതാമ്മയുടെ ആക്ടിങ് കണ്ടിട്ട് വീട്ടിൽ പോയിട്ട് ഒരു ക്യാരക്ടർ എടുത്ത് ആ ക്യാരക്ടർ നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു വീട്ടിൽ. പൊടിച്ചേച്ചിയുടെ, ഉർവശിച്ചേച്ചിയുടെ, ലളിതാമ്മയുടെ, അങ്ങനെയുള്ള. ഞാൻ കൂടുതലും അഡ്മയർ ചെയ്തിട്ടുള്ളത് ഉർവശി ചേച്ചി, ലളിതാമ്മ, സുകുമാരിയമ്മ, കൽപ്പന ചേച്ചി, ഈ ഒരു സർക്കിളാണ് ഞാൻ ശരിക്കും. പിന്നെ മീനാമ്മ, അങ്ങനെ ഒരു ഇതാണ് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒറ്റയ്ക്ക് ഒരു ചിലപ്പോൾ ഒരു സ്റ്റാൻഡായിരിക്കും, ആ സ്റ്റാൻഡ് വെച്ചിട്ട് വേറൊരു ക്യാരക്ടറായിട്ട് കണ്ട് അവരിൽ നിന്ന് എടുത്തിട്ടുള്ള അവർ ചെയ്ത ക്യാരക്ടറായിരിക്കും ചിലപ്പോൾ ചെയ്യുക. അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നാണ് ഇതാണ് എൻ്റെ പ്രൊഫഷൻ, ഇതാണ് ഇനി എനിക്ക് മരണം വരെ എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. ഇപ്പം ഞാനൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു സമയമുണ്ട്, ഇതാണ് ഇനി എൻ്റെ പ്രൊഫഷൻ, മരണം വരെ എനിക്ക് അഭിനയിക്കണം എന്ന് എത്തുന്ന ഒരു സ്റ്റേജില്ലേ? അത് ഏത് പ്രോജക്റ്റ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് ഏത് സമയത്തായിരുന്നു? അത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഹോം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞതിന് ശേഷം റീസെൻ്റായിട്ടാണ് എനിക്കത് വന്നത്. കാരണം ഞാൻ അഭിനയിച്ച് കുറേ കഴിഞ്ഞു, ലൈഫിലേക്ക് കടന്നു, കല്യാണം കഴിഞ്ഞു, മോളുണ്ടായി. നിനക്കറിയാലോ, ഒരു ക്യാരക്ടർ പോലും വെള്ളിമൂങ്ങ പോലും ശരിയാണ്, വെള്ളിമൂങ്ങ പോലും ഞാൻ ഫാമിലി ആയി കഴിഞ്ഞത് കൊണ്ടാണ് ഞാൻ പോകേണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സമയത്തും എനിക്കിങ്ങനെ ആക്ടിങ്ങിലേക്ക് വരണം, കുറേ എൻ്റെ ലൈഫ് ആക്ടിങ് ആണ്, എപ്പോഴെങ്കിലും ഒക്കെ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പാഷൻ അല്ലെങ്കിൽ ലൈഫ് ജീവിതം ആക്ടിങ് ആണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഹോം കഴിഞ്ഞു, ഹോം റിലീസ് കഴിഞ്ഞു, അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി അത് കഴിഞ്ഞ് ഫാലിമി ചെയ്തു, അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എനിക്കിനി ആക്ടിങ് അല്ലാതെ വേറൊരു പ്രൊഫഷൻ ഇല്ല, ആക്ടിങ് ഈസ് മൈ ലൈഫ് എന്ന് ഞാൻ ഫിക്സ് ചെയ്തത് ഹോമോട് കൂടിയാണ്. ഹോമിൽ പക്ഷെ ഞാൻ ചേച്ചിയുടെ സിനിമ ഹോം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിയെ വിളിച്ചും പറഞ്ഞതാണ്, ഹോം ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും പറഞ്ഞു, ചേച്ചിയും ഇന്ദ്രൻസേട്ടനും അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യമായിട്ട് നമ്മൾ സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ നാഷണൽ അവാർഡ് ഇതൊക്കെ ഇതിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഉറപ്പായിട്ടും സ്റ്റേറ്റ് അവാർഡിന് ചേച്ചിയുടെ പേര് ഞാൻ ഉറപ്പിച്ചതാണ്. കാര്യം ആ ക്യാരക്ടർ അങ്ങനെയാണ് ചെയ്തു വെച്ചിരുന്നത്. ചേച്ചി ഉള്ളുകൊണ്ട് ഒരു വട്ടമെങ്കിലും ആലോചിച്ചിട്ടില്ലേ ഇതിനൊരു ആ ഒരു റെക്കഗ്നൈസേഷൻ കിട്ടണം, അല്ലെ കിട്ടുമായിരിക്കും? കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മളൊക്കെ ആഗ്രഹിക്കുമല്ലോ, നമ്മളെ അംഗീകരിക്കുന്ന ഒരു, പ്രത്യേകിച്ച് സ്റ്റേറ്റ് നമ്മളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്, ഗവൺമെൻറ് നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് അനൗൺസ് ചെയ്യുന്ന അന്ന് എല്ലാ മീഡിയയും എൻ്റെ വീട്ടിലായിരുന്നു. മലയാള മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൈരളി ന്യൂസ്, ന്യൂസ് 24, എല്ലാ ന്യൂസ് ചാനലും എൻ്റെ വീട്ടിലായിരുന്നു. അതുകൊണ്ടാണല്ലോ അത്രയും പ്രശ്നമായത്. കാരണം അവർക്ക് കിട്ടിയ ഇതനുസരിച്ചിട്ട് ഞാനായിരുന്നു വരേണ്ടത്. കാരണം അന്ന് ആ അത്രയും സിനിമകൾ ആ സമയത്ത് ഇറങ്ങിയതിൽ നമുക്ക് വേറൊരാളെയും പറയാനില്ല. അല്ല, അത് തിയേറ്റർ റിലീസ് ആയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അതിന് ഇത് കാരണം പറഞ്ഞത്. പക്ഷേ എനിക്ക് അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് കിട്ടാത്തതിലും വിഷമം. ഓക്കെ, ഓഫ് കോഴ്സ് നമുക്ക് രേവതി ചേച്ചിക്കാണ് അന്ന് കിട്ടിയത്. രേവതി ചേച്ചി വർഷങ്ങളായിട്ട് നിന്നിട്ട് അവർക്ക് കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു, കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എൻ്റെ ഒരു അറിവനുസരിച്ച് രേവതി ചേച്ചി കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ചേച്ചിക്ക് കിട്ടി. ഞാൻ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന ഒരു ആക്ട്രസ്സാണ്. അവർക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഞാനിത് അനൗൺസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മീഡിയ തലേദിവസം വിളിച്ച് ചോദിച്ചു എവിടെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പോകുന്നേ ഇല്ല. ഞാനും അമ്മയും കൂടി ഇവർ വീട്ടിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ഞാൻ സിനിമയ്ക്ക് പോയിരിക്കുമായിരുന്നു.
ഞാനും അമ്മയും കൂടെ സിനിമയ്ക്ക് പോയിട്ട് തിരിച്ച് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തു. ഞാൻ തിരിച്ചു വന്നപ്പോൾ വീട് നിറയെ ആൾക്കാർ പെട്ടെന്ന് ഞെട്ടി. ഞാൻ ഇതാണല്ലോ സംഭവം എന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് ഇത് അനൗൺസ് ഇല്ല എന്നറിഞ്ഞപ്പോഴത്തേക്കും എന്നെക്കാട്ടിൽ കൂടുതൽ വിഷമം അവർക്കായിരുന്നു. മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി അവാർഡ് വാങ്ങിച്ചു തന്നിട്ട് പോയാൽ മതി, വാ ഇവിടെ, മീഡിയയോട് പറഞ്ഞു ഇവിടെ വന്നിരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയ ഒരു കാര്യം ഇന്ദ്രേട്ടന് കിട്ടാതെ പോയത്, സിനിമയ്ക്ക് കിട്ടാതെ പോയത്. ആ സിനിമ നമുക്ക് ജനങ്ങളാണ് അംഗീകരിക്കേണ്ടത്. ഒരു മോശം ഡയലോഗില്ല അതിനകത്ത്. ഫാമിലി സിനിമയായിരുന്നു. അതിനകത്തൊരു വൃത്തികെട്ട സീനില്ല, ഒന്നുമില്ലാത്തൊരു ക്ലീൻ ഇമേജ് ഉള്ള വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള വളരെ മെസ്സേജ് കൊടുക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവിക്ക് എന്തുകൊണ്ടൊരു നല്ല സിനിമയ്ക്കുള്ള എങ്കിലും കൊടുത്തില്ല, ജൂറിയുടെ പരാമർശമെങ്കിലും കൊടുത്തില്ല. എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്. എനിക്ക് കിട്ടാത്തതോ ഇന്ദ്രേട്ടന് കിട്ടാത്ത വിഷമമുണ്ട്, പോട്ടെ, അതും മാറ്റി വയ്ക്കുന്നു. പക്ഷെ ഒരു സിനിമയ്ക്ക് കൊടുക്കായിരുന്നില്ലേ? അതൊരു അംഗീകാരമല്ലേ? അംഗീകരിക്കാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഉറപ്പായിട്ടും എല്ലാവർക്കും അംഗീകാരം ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പം അത് തീരെ അംഗീകരിക്കാതെ വരുമ്പോഴത്തേക്കിനും ഉള്ളിലൊരു സ്വാഭാവികമാണ്. അപ്പൊ പിന്നെ നമുക്കിങ്ങനെ അവാർഡ് ജനങ്ങൾ തരുന്നുണ്ടല്ലോ അല്ലേ, എന്തർത്ഥം എന്നിങ്ങനെ തോന്നും. ജനങ്ങൾ തന്ന അവാർഡ്. കാരണം അത് കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഫുള്ള്, അതായത് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഫുള്ള് ചാനലിൽ ഹോമിന് ഒരു പക്ഷേ അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ ഹോമിന് ഇത്ര റെക്കഗ്നേഷൻ കിട്ടത്തില്ലായിരുന്നു. അമ്മാതിരി ഇതായിരുന്നല്ലോ കിട്ടിയത്. സോ ഫിലിം ക്രിട്ടിക്സ് കിട്ടി, ഫിലിം ക്രിട്ടിക്സ് കിട്ടി. നമ്മൾ അതെ ചെയ്തിരുന്നത്, നമ്മൾ കണ്ടത് അന്ന് ലാസ്റ്റ് നമ്മൾ ജസ്റ്റ് ഞാൻ ചേച്ചി കാണുന്നത് ഞാൻ ചെയ്ത ഷോ ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ അവിടെ കൺസോളിലിരുന്ന് ചേച്ചി കാണുന്നുണ്ട് ദൂരെ, അത്രയും പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര എന്താണെന്നറിയോ, വെള്ളിമുഖ എന്ന് പറഞ്ഞ സിനിമ മഞ്ജു ചേച്ചി ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രമാണ് മലയാള സിനിമയിൽ ഞാൻ വന്നത്. അല്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയാം. അല്ലെങ്കിൽ ഞാൻ സിനിമ എന്ന് പറയുന്ന സാധനം, ഈ സിനിമ എൻ്റെ സീരിയലൊക്കെ ചെയ്ത് ഭയങ്കര കംഫർട്ട് സോൺ പിടിച്ച ഒരു സൈഡിൽ കൂടെ പൊക്കോണ്ടിരുന്നത്. മാസം സ്ഥിര ശമ്പളം പോലെ അക്കൗണ്ടിൽ പൈസ വരുന്നു, തമിഴ് സീരിയൽ ചെയ്യുന്നു. പക്ഷെ സിനിമയിലേക്ക് വരാനുള്ള കാരണം ചേച്ചി പറയില്ലേ, എടി ഞാൻ ദാനമായിട്ട് തന്ന ജീവിതമാണ്, ഞാൻ വീണയ്ക്ക് ദാനമായിട്ട് കൊടുത്ത ജീവിതമാണ് വെള്ളിമുഖ. അല്ല, അങ്ങനെ ഒരു പടം വന്നുകൊണ്ടാണ് എന്താ പറയുക പിന്നെ പടങ്ങൾ ചെയ്യാൻ പറ്റിയത്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്കൊരു സ്കൂളായിരുന്നു തട്ടിമുട്ടി. ഓഫ് കോഴ്സ് ലളിതാമ്മയും മഞ്ചേച്ചിയുടെ കൂടെ വന്ന് നിന്ന് അത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അതൊരു വലിയ സ്കൂളായിരുന്നു. ഇനി ഞാൻ ഏത് യൂണിവേഴ്സിറ്റി പോയി പഠിക്കാത്തതും എനിക്ക് അവിടെ പഠിക്കാൻ 12 വർഷം ഉണ്ടായിരുന്നു. അത് സാഗർ ഒന്നാലും പറയുന്നുണ്ടായിരുന്നു. സാഗർ പറഞ്ഞു, അതായത് അവന്റെ ഏറ്റവും വലിയ സ്കൂൾ എന്ന് പറയുന്നത് തട്ടിമുട്ടിയും ലൊക്കേഷൻ ആയിരുന്നു. അതിനകത്ത് മെയിൻ പില്ലർ എന്ന് പറയുന്നത് ലളിതാമ്മ. ഓ, അതിനിപ്പം നമുക്ക് എന്താ പറയുക, റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. ആ വഴക്കൊക്കെ കേൾക്കാൻ ഒരു രസമാണ്. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കും, ഞാൻ നമ്മുടെ തട്ടിമുട്ടിയുടെ പഴയ എപ്പിസോഡ്സ് ഞാൻ കാണുമ്പോഴത്തേക്കിനും ആ വഴക്ക് കേൾക്കാൻ ഒരു രസമായിരുന്നു. ഐലാഷ് ചുമ്മാ ഐലാഷ് വെക്കുന്ന ഇഷ്ടമല്ല, മേക്കപ്പ് ഓവറായിട്ട് ചുമന്ന ലിപ്സ്റ്റിക് ഇടുന്ന ഇഷ്ടമല്ല. ചമ്മി എന്തിനാ ക്യാരക്ടറായിട്ട് നിൽക്ക്. ഞാൻ മറ്റേ ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ പറയല്ലേ, പൂച്ച തൂറിയ പോലെ പറയല്ലേ, പൂച്ച ദൂരിയ പോലത്തെ ലിപ്സ്റ്റിക്ക് ഇട്ടോണ്ട് നിൽക്കും അവള്. എന്തെല്ലാം പക്ഷെ ഭയങ്കര സ്നേഹമാ. അയ്യോ, ആ ഒരു എന്താ പറയുന്നത്, അത് പിന്നെ അത് കിട്ടൂല. ഞാനിപ്പോൾ ലളിതാമ്മയുടെ താമസിച്ചിരുന്ന ഫ്ലാറ്റിലെ ഓണത്തിൻ്റെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. അവിടെ ചെന്നപ്പോൾ ഒരുതരം തരിപ്പ് കയറിയടാ. ലളിതാമ്മ ലാസ്റ്റ് ഞാനവിടെ വരുന്നത് അമ്മ, ഞാനും ലാസ്റ്റ് ആ കോമ്പൗണ്ടിൽ കാല് കുത്തുന്നത് അമ്മ പോയപ്പോഴാണ്. അതൊരു ഫീലാണ്. അതിനിപ്പം ഒരു പറയുമോ, നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ഫീലല്ലത്. അതൊരു ഭയങ്കര അതങ്ങനെയാണ്. നമ്മളൊരു 10 സിദ്ധുവായിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഫുള്ള് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് മാറി നിന്ന് ഓർമ്മയുണ്ടോ ചേച്ചിക്ക്? അതൊക്കെ എൻ്റെ ലൈഫിൽ എന്നാ പറയുന്നത്, എനിക്ക് എൻ്റെ ഫാമിലി, ഇപ്പോൾ ചേച്ചി ചോദിച്ചില്ല, ചേച്ചിയുടെ മെസ്സേജ് കോള് കാണാതിരുന്നപ്പോഴത്തേക്കിനും എനിക്ക് ഫീൽ ചെയ്തെന്ന്. കാരണം എനിക്ക് എൻ്റെ ഫാമിലി എന്ന് പറയുന്ന അധികം പേരൊന്നുമില്ല ഇൻഡസ്ട്രിയിൽ. അങ്ങനെ ഒരാളാണ്. അപ്പോൾ ലളിതാമ്മ ഉണ്ടായിരുന്നു, ചേച്ചി, അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ. അപ്പം ചേച്ചിക്ക് എന്നെക്കാളും അറ്റാച്ച്മെൻറ്റാണ് ലളിതാമ്മയായിട്ട്. അത് നമുക്ക് ഫാമിലി എല്ലാവരുമായിട്ട് ഞാൻ അത്രയും ഇല്ലെങ്കിലും ലളിതാമ്മയ്ക്കും അതെ, സ്വന്തം മക്കളെക്കാളും എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം. അത് അമ്മ ആക്ച്വലി അമ്മ കുറേയൊക്കെ
റിലാക്സ് ആയിക്കൊണ്ടിരുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പഴയ ലൈഫ്, ഭരതൻ സാറുമായിട്ട് ചെന്നൈ ഉള്ള ലൈഫ്, അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള ലൈഫ്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പഴയതിങ്ങനെ സംസാരിച്ച് കുറേയൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് ആ അമ്മയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ളത് വരും. എല്ലാവരും ഒരു പക്ഷേ KPS ലളിത എന്ന് പറയുന്ന അവരുടെ ഒരു ആർട്ടിസ്റ്റായിട്ട്, അല്ലെങ്കിൽ അവരുടെ ചിലപ്പോൾ ദേഷ്യപ്പെട്ട സ്വഭാവം ഒരു വശമേ കാണുന്നുള്ളൂ. പക്ഷെ അവർ സഹിച്ചു വന്ന ഒരു ലൈഫുണ്ട്, അവർ ത്യജിച്ച ഒരു ലൈഫുണ്ട്. ആ ലൈഫ് കേൾക്കുമ്പോഴാണ് നമുക്ക് ആ സ്ത്രീ എന്തുകൊണ്ട് ഇത്രത്തോളം ഒന്നുകിൽ വയലൻ്റ് ആവുന്നു അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു എന്നൊക്കെയുള്ള. കാരണം പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ, പക്ഷെ അതുപോലെ തണുക്കുകയും ചെയ്യും. ദേഷ്യപ്പെട്ട് നമ്മളെ ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിണങ്ങിയൊക്കെ ഇരിക്കും, ഞാൻ മാറിയൊക്കെ ഭക്ഷണം കഴിക്കാതെ മാറിയിരിക്കുമ്പോഴത്തേക്കും അതിനും ചീത്ത പറയും. മര്യാദയ്ക്ക് വന്ന് കഴിക്കുന്നുണ്ടോടി, എൻ്റെ സ്വഭാവം മാറി ചളക്കൊക്കെ ഇട്ട് കുത്തും, അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതെന്താ ഇന്ന് എപ്പോൾ പറയുമ്പോഴും നമുക്ക് ഉള്ളിൽ ഒരുപാട് നല്ല ഓർമ്മകൾ, സന്തോഷവും വിഷമവും ഒക്കെ വരുന്നൊരു ഒരു പാർട്ടാണത്. ഓക്കെ, ഇനി നമ്മുടെ അമ്മ എന്ത് പറയുന്നു? അമ്മ സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ വരും. സ്ഥിരം അമ്മമാരുടെ പരാതികൾ, ഞാനൊരുത്തി ഉണ്ടല്ലോ ഇവിടെ കിടന്ന് അടുക്കള കിടന്ന് പണിയാൻ, ആരും നോക്കണ്ട, അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ പറഞ്ഞ പോലെ അടുക്കള കയറി പണിയും, വൈകുന്നേരം ആകുമ്പോൾ പരാതി പറയും, പോയിരിക്കും. അങ്ങനെ വയ്യ. ആക്ച്വലി പ്രായമായില്ല, അച്ഛനും അമ്മയ്ക്കും പ്രായമായി. ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ വയ്യാതെ കിടക്കുമ്പോൾ നമ്മൾ ടേം വെച്ചിട്ട് നമ്മൾ കൂട്ടു നിൽക്കുന്ന പോലെ, ഇപ്പം ടേം വെച്ച് ഇവർ ഹോസ്പിറ്റലാവുന്നേ. അമ്മ ഇറങ്ങുമ്പോൾ അച്ഛൻ ഇറങ്ങുമ്പോൾ അനിയൻ കയറും. അനിയൻ റീസെൻ്റായിട്ട് അനിയന് ഹാർട്ടിന് ഇച്ചിരി പ്രശ്നമായിട്ട് 2 ബ്ലോക്ക് വന്നു പെട്ടെന്ന്. അതെന്ത് ഭാഗ്യത്തിന് അവൻ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഒരു 2-3 ദിവസം മുമ്പ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വയ്യ, എനിക്കൊരു ശ്വാസം മുട്ടൽ പോലെ രാത്രിയിൽ, ഞാൻ എഴുന്നേറ്റിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഷൂട്ടിന് പോരുക, ഞാനും പറഞ്ഞു എൻ്റെ മോളും പറഞ്ഞു, അമ്മയും പറഞ്ഞു, വെച്ചോണ്ടിരിക്കാത്ത കൊണ്ട് കാണിക്കാം. അപ്പം അന്ന് വർക്ക്ഷോപ്പ് നടക്കുക, അപ്പം ഇത് കഴിഞ്ഞിട്ട് പോകാം. അപ്പം ഇവൻ്റെ പേടി മുഴുവൻ ഇവൻ കയറി കിടന്നു കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇതായാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ പറഞ്ഞ് വർക്ക്ഷോപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോഴിക്കോട് വർക്ക്ഷോപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് ഭാഗ്യത്തിന് അവന് തന്നെ തോന്നി എന്തോ വയ്യാഴിക, അതായത് വേർത്തു, 2 സ്റ്റെപ്പ് വെക്കുമ്പോൾ ശ്വാസം മുട്ടുന്നു. അപ്പം തന്നെ അവൻ കൂടെ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞ് എഴുന്നേറ്റ് നടക്കുമ്പോൾ അവൻ ഇങ്ങനെ പോയി സൈഡിലേക്ക്. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നിട്ടും ആശാൻ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് എല്ലാം ഓക്കെ ആയെന്നും പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അടുത്ത മീറ്റിങ്ങിന് കയറിയപ്പം ഞാൻ എന്തോ സുനിൽ എനിക്ക് ആ റിപ്പോർട്ടൊന്ന് അയച്ചു തരാൻ പറഞ്ഞു. ആ റിപ്പോർട്ട് അയച്ചു തന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മയെ കാണിക്കുന്ന ഹാർട്ടിൻ്റെ ഡോക്ടറുണ്ട്, മീര മാഡത്തിന് അയച്ചു കൊടുത്തപ്പോൾ മീര മാഡം അപ്പം തന്നെ എന്നെ തിരിച്ചു 10 ചീത്ത, ഇതും വെച്ചുകൊണ്ടിരിക്കുകയാണോ, നാളത്തേക്ക് വെച്ചാൽ എങ്ങനെ ശരിയാവുന്നത്. ആ ഡോക്ടർ എഴുതി കൊടുത്തിരിക്കുന്നത് അടുത്ത ഏതാ ഹോസ്പിറ്റലിൽ എന്ന് വെച്ചാൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ എഴുതി കൊടുത്തു വിട്ടേക്കുന്ന 2 ബ്ലോക്ക്. അപ്പം തന്നെ കൊണ്ടുപോയി 2 ബ്ലോക്ക് ഉണ്ട്. അപ്പം തന്നെ രാത്രി തന്നെ എല്ലാം കഴിഞ്ഞു, സ്റ്റെൻറ്റ് ഇട്ടു, എല്ലാം ചെയ്തു. ഇറങ്ങി കിടന്നത് അതാ എൻ്റെ അനിയൻ. എല്ലാവരോടും പറയാനുള്ളത്, എന്താ ശ്വാസം എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പം തന്നെ പോയി ചെക്ക് ചെയ്തേക്കണം. അപ്പം തന്നെ അയ്യോ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പം കൂടുതൽ എല്ലാം പിള്ളേരെ തെറ്റാന്നേ. നവാസ് അത് ഭയങ്കര എല്ലാവർക്കും വലിയൊരു ഞെട്ടലായിരുന്നു. അതായത് വെള്ളവടിയില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട്. അതെ, അത് നമുക്ക് അതാ പറഞ്ഞു, നമുക്ക് ആർക്കാ ഇപ്പം എന്താ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ നവാസ് പോകുന്നതിൻ്റെ അന്ന് രാവിലെ ചോറ്റാനിക്കര പോയിട്ട് ഞാൻ അജിയുടെ വീട്ടിൽ പോയിരുന്നു, പക്രുവിൻ്റെ വീട്ടിൽ. അജിയുടെ വീട്ടിൽ പോയിരുന്ന സമയത്ത് അജി ഈ വിഷയം, മനുവിൻ്റെ ഈ വിഷയം സംസാരിച്ച കൂട്ടത്തിൽ പറയായിരുന്നു, കഴിഞ്ഞ ആഴ്ച ഒരു പയ്യൻ 24 വയസ്സോ 25 വയസ്സോ ഉള്ള ഒരു പയ്യൻ ആ ചേച്ചിയുടെ മകളെ ഇങ്ങനെ തുളത്തിരുത്തി ഇങ്ങനെ പോയപ്പോൾ എന്നാണ്ടാന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് പോയായിരുന്നു. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് മരിച്ചുപോയി, ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഈ പിള്ളേർക്കാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ദൈവം ഇതെല്ലാവരും എന്ത് അസുഖം വന്നാലും സൂക്ഷിക്കണം. അത് സത്യം. ജാനി എന്ത് പറയുന്നു? ജാനി സുഖമായി. ജാനി കുഞ്ഞായിരിക്കുന്ന സമയം മുതൽ നമ്മൾ ഈ എനിക്ക് തോന്നുന്നു മെമ്മറീസിൻ്റെ
ഫസ്റ്റ് ഡേ ഷോയ്ക്കായിരുന്നു തോന്നുന്നു നമ്മളെല്ലാവരോടും ഒരുമിച്ച് പോയത് അല്ലേ ഫുള്ള്. അപ്പം മുതൽ ഇങ്ങനെ കാണുന്നോണ്ടേ ഇപ്പൊ അവള് വലിയ കൊച്ചായി, വലിയ കുട്ടിയായി, ഭയങ്കര മെച്ചുവേർഡായി. അവള് ഭയങ്കര മെച്ചുവേർഡായി, ഭയങ്കര മെച്ചുവേർഡായിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ എത്ര രസമായിട്ടാണ് സംസാരിക്കുന്നത്. അവള് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടിയാണ്. ഭയങ്കര റെസ്പെക്ട് തോന്നും. മാത്രമല്ല അവള് ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, വളരെ മെച്ചുവേർഡാണ്, കാര്യം അറിയാം, നല്ല കുട്ടിയാണ്. ഞാൻ അതിൽ ആശ്വസിക്കുന്നു. അവൾ എന്തായി അല്ലെങ്കിൽ അവള് ഭയങ്കര ഇതാണോ അങ്ങനെയൊന്നുമല്ല. അവള് ഇപ്പോഴത്തെ ഓരോ കുട്ടികളുടെ കേൾക്കുന്നില്ലേ നമ്മൾ, ഞാൻ പറയുന്നില്ല എന്താണെന്നുള്ളത്, ഓരോ കുട്ടികളുടെ ലൈഫ് സ്റ്റൈല് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ നല്ല കുട്ടിയായിട്ടാണ് വളരുന്നത്. എനിക്കത് മതി. മൂത്തവരെ ബഹുമാനിക്കുന്നുണ്ട്, ഒരാളോട് പെരുമാറുന്ന എങ്ങനെയാണെന്നറിയാം, സഹജീവികളോട് അവർക്ക് സ്നേഹമുണ്ട്, കരുണയുണ്ട്. മൂത്തൊരാൾ വരുമ്പം എഴുന്നേറ്റ് നിന്ന് ഇവിടെ ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. വീട്ടിലൊരാൾ വന്നാൽ വെള്ളം എടുക്കട്ടേന്ന് ചോദിക്കുന്ന ഒരു സ്നേഹമുണ്ട്. വഴിയിൽ കൂടെ പാവങ്ങൾ പോയി കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഒരു പൂച്ചക്കുഞ്ഞു ഇവിടെ കിടന്നപ്പോൾ അമ്മ പാവമ്മ എന്ന് പറഞ്ഞ് ഇച്ചിരി വെള്ളം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഉള്ള ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ഇപ്പോൾ ടച്ച് വിട്ട് അതൊരു ഭാഗ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് എനിക്ക് അവളിൽ ഒരുപാട് എപ്പോഴും ഇങ്ങനെ അയ്യോ അവൾക്ക് ജോലിയൊന്നും ആയില്ല എന്ന് ഞാൻ ആരോടെങ്കിലും പറയും ചേച്ചി ഇത്രയും നല്ല ഒരു കുട്ടിയുണ്ടല്ലോ, അവൾക്ക് ആരോഗ്യമുണ്ടല്ലോ, ദൈവത്തിനോട് അതിന് നന്ദി പറയാം. അതാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നതിന് ഞാൻ നന്ദി പറയും എപ്പോഴും ദൈവത്തിന്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമാണ്. തനിച്ചുള്ള യാത്രയിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞ് എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഭാഗ്യമാണ് ചേച്ചി. അത് ഞാൻ എത്രയോ കാലമായിട്ട് ചേച്ചിയെ കാണുന്നതാണ്. ഞാനതൊക്കെ ആ സമയത്ത് എനിക്കത് മനസ്സിലാവില്ല, എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാവും. കാരണം ഒരു സ്ട്രഗ്ലിങ് സ്റ്റേജ് ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര സ്ട്രഗ്ലിങ് സ്റ്റേജിൽ നിന്ന് ചേച്ചി ഇങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കുന്ന ഒരവസ്ഥയില്ലേ. അപ്പം അതിന് അത്രയും ഇതായിട്ട് കുഞ്ഞും കൂടെ നിൽക്കുമ്പോഴേ എനിക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷനാണ് ചേച്ചി. കാരണം അതുകൊണ്ടല്ല, ഇത് നമ്മളൊക്കെ ലൈഫിൽ പലപ്പോഴും നമ്മൾ തനിച്ചാവും ഒക്കെ ആവും. പക്ഷെ ആ തനിച്ചുള്ളിടത്തുനിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മുടെ കരിയറിലും എല്ലാത്തിലും മുന്നോട്ട് എത്തുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ വെച്ച് നോക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ചേച്ചിയെ കണ്ട് എനിക്കും പറ്റും, ഞാനും എല്ലാവർക്കും പറ്റൂടാ. നമ്മൾ ആക്ച്വലി ഇപ്പം അതിന് ഒറ്റയ്ക്കാവണം എന്നൊന്നുമില്ല. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. നമുക്ക് എന്താണ് നമ്മളെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല. അതിനൊരു മനസ്സ് വേണം, പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ മതി. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് തിരിച്ചു പോകുന്നതെന്നുള്ളൊരു ചിന്തയും കൂടെ വന്നാൽ നാളൊരു കാലത്ത് നമ്മുടെ പിള്ളേരൊക്കെ അവരുടെ ലൈഫ് നോക്കി പോവും അല്ലേ. മോൾക്ക് ഒരു കല്യാണം കഴിച്ചു വിട്ടാൽ അവൾ പോയി അല്ലേ, അമ്പാടി കല്യാണം കഴിഞ്ഞ് സെറ്റിലായാൽ പോയി. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. അന്നേരം എന്താ വേണ്ടെന്നറിയോ നിനക്ക്? ആരോഗ്യം. അയ്യോ എനിക്ക് നല്ല ആരോഗ്യമാണല്ലോ. അത് ഭയങ്കര ആരോഗ്യ. അതിന് ആദ്യം വേണ്ടത് ആരോഗ്യമാണ്, കാശും. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും പണിയെടുക്കാം. മനസ്സിലായി. ഞാൻ അതുകൊണ്ടാണ് നീ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ചേച്ചി എന്താ ഇങ്ങനെ മെലിഞ്ഞു? അതെപ്പോ മെലിഞ്ഞ് വീണ്ടും ഭയങ്കര അടിപൊളിയായി, ഭയങ്കര സുന്ദരിയായിരിക്കുന്നു. അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഉള്ള ചിന്ത വന്നപ്പോഴാണ് ഞാൻ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ച്. കാരണം പണിയെടുക്കണമെങ്കിൽ ആരോഗ്യം വേണം. ജീവിതാവസാനം വരെ പണിയെടുക്കാൻ ഞാൻ റെഡിയാണ്, പക്ഷെ അതിന് ആരോഗ്യം വേണം. കിടന്നു പോയാൽ തീർന്നു പോളെ. കിടന്നു പോയാൽ എന്തെങ്കിലും വന്നു പോയാൽ ആരും ഉണ്ടാവത്തില്ല. നമ്മൾ ഇതാ ചിന്തിച്ചാൽ ഈശ്വര ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് തരാൻ ആരും ഇല്ലല്ലോ എന്ന് ആലോചിച്ചാൽ മതി. ഞാനത് കാരണം എനിക്കാണെങ്കിൽ സൈനസും കുന്നൊക്കെ ഉള്ളതാണ്. കടന്നു കഴിഞ്ഞാൽ നിനക്കറിയാമല്ലോ, അത് തട്ടിമുട്ടിയുടെ ലൊക്കേഷനിൽ നിന്ന് തന്നെ ബോധം കെട്ടെടുത്തോണ്ട് ഞാനത് കാരണം എന്തും രാവിലെ ഞാൻ ആവി പിടിക്കും. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ആശ്വാസം. എന്തും രാവിലെ പിടിക്കും, സൈനസ് വരെ അനുവദിക്കില്ല. എനിക്ക് ഭയങ്കര പേടിയാ. ഒന്ന് കിടന്നു പോയാലേ പനി വരാനൊന്നും ഞാനിപ്പം എനിക്ക് പേടിയാ. കിടന്നു പോയാലേ. ലോകത്തിൽ എന്താ ഏറ്റവും വലിയ പേടി? ഏറ്റവും വലിയ പേടി ഈ അസുഖം വരുന്നത്. എനിക്ക് വേറെ ഒരു പേടിയില്ല ഇപ്പം. ഞാൻ ആക്ച്വലി ഹോം കഴിഞ്ഞ സമയത്ത് ന്യൂമോണിയ എന്നോട് ഓർമ്മയില്ലേ നിനക്ക്? ആ സമയത്താണ് ഞാൻ ആരോഗ്യം എന്ന് പറയുന്ന സാധനം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് ആരോഗ്യത്തിൽ എന്നുള്ളത് ഞാൻ അന്നാണ് മനസ്സിലാക്കി. വല്ലാണ്ടെന്ന് വയ്യാതെ പോയല്ലേ. 9 ദിവസം കൊണ്ട് 9 അല്ല 13 ദിവസം കൊണ്ട് 9 കിലോ. ഹോസ്പിറ്റലിലല്ലായിരുന്നു, ICUലൊക്കെ ആയി.
ICUല് അതായത് അവർ കോവിഡ് സമയമായതുകൊണ്ട് കോവിഡിന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന 4ാം പൊക്കമാണ് മനസ്സിലാക്കിയത് ഡെങ്കു ഉണ്ടെന്ന്, ഡെങ്കു പോസിറ്റീവ് എന്ന്. അവർ കോവിഡിന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ വെന്റിലേറ്ററിലാക്കിയല്ലോ അവർ, ശ്വാസം ഓക്സിജൻ ഇല്ലാതെ. 4ാം പൊക്കമാണ്. മറ്റേ ഈ കോമഡി എന്ന് വെച്ചാൽ എന്നെ മറ്റേ എന്താണ് VIP ICU എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്താണ് ക്ലോസ്ഡ് ആയിട്ടുള്ള, നമുക്ക് മാത്രം ആൾക്കാർ വരും, മറ്റേ ഫുൾ ഇതൊക്കെ ഇട്ടിട്ട് വരും. എന്നിട്ട് ഈ വരുന്ന ഒരു സിസ്റ്ററുണ്ട്, ആ സിസ്റ്റർ വന്നിട്ട് നല്ല രസമായിരുന്നു. എന്നിട്ട് പറയും, മാഡം ഇപ്പം കിടക്കുന്നത് VIP ICUലാ. ഞാൻ പറഞ്ഞു തിലകൻ സാർ ഇവിടെയാണ് കിടന്നത്. ഞാൻ പറഞ്ഞു മനോർമ്മ ചേട്ടൻ്റെ അച്ഛൻ ജഗന്നാഥ വർമ്മ വേറെ ആരുടെ ഒരാളുടെ പേരും കൂടെ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഇവരൊക്കെ മരിച്ചുപോയ ആൾക്കാരാണ്. സിസ്റ്റർ എന്താ പറയുന്നത്, ഞാൻ തട്ടിപ്പോകുന്നു. സിസ്റ്റർ ഉദ്ദേശിച്ചെന്താ, ഞാൻ തട്ടിപ്പോകുന്നാണോ? അയ്യോ അങ്ങനെയല്ല മാഡം, അങ്ങനെ VIP-കളാണ് ഇവിടെ കിടന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞു. പക്ഷെ വല്ലാത്തൊരു VIP ട്രീറ്റ്മെന്റ് ആയിപ്പോയി. സത്യമാണ്. അവിടെ കിടന്ന് എനിക്കത് ആലോചിച്ച് എനിക്ക് ആരോഗ്യമില്ലായിരുന്നു ചിരിക്കാൻ. പക്ഷെ അവിടെ കിടന്ന് ചിരിച്ചിട്ട് തിലകൻ സാർ ഈ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഏറ്റവും അധികം കൂടെ നിന്നിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളില്ലേ? എനിക്കറിയാം ചേച്ചിയുടെ കുറച്ച് ഭയങ്കര സിമി സിമിയെ പറ്റി എനിക്ക് ചേച്ചിയുടെ സർക്കിളിലുള്ള എല്ലാവർക്കും അറിയാം. സിമി ആക്ച്വലി എൻ്റെ വളരെ എന്താ പറയുക ആത്മബന്ധമാണ്. സിമി ആക്ച്വലി എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സിമി കൂട്ടുവന്നിട്ടുള്ളതാണ്. ഞാൻ പറയുമല്ലോ, ഒരു കെട്ടിടത്തിൻ്റെ മേളിൽ കയറുന്നിട്ടുണ്ട്, എനിക്ക് നീ ചാടുന്നതാണ് ആഗ്രഹം, ചാടറി എന്ന് പറഞ്ഞാൽ അവൾ ചാടും. അങ്ങനത്തെ ഒരു പെണ്ണാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവളും ഈ പറയുന്നത് ഞാൻ ആകെ ജീവിതത്തിൽ അനുസരിച്ചിട്ടുള്ളത് ഒന്ന് എൻ്റെ അച്ഛനെയും പിന്നെ ഒന്ന് ചേച്ചിയാന്ന് പറയും. ഞാൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ കേൾക്കുള്ളൂ. പിന്നെ ഒരുപാട് പേരുണ്ടടാ. എനിക്ക് ജ്യോതി 14 വർഷമായില്ലേ ഞാൻ കാണുന്ന അന്ന് മുതലുണ്ട് ജ്യോതി ചേച്ചി കൂടെ, ഇപ്പോഴും കൂടെ ഉണ്ട്. അതൊരു വലിയ സംഭവം. അങ്ങനെ ഒരാളെ കൂടെ നമുക്ക് എല്ലാത്തിനും എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ എല്ലാം ഭയങ്കര ഭാഗ്യം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കിട്ടുന്നത്. ജ്യോതി വന്നില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ലൈഫിലേക്ക് വരുന്ന ആരെയും അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാറില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നെഗ് ഫീൽ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, മനസ്സിലായി ഇങ്ങനെ ഒരു പക്ഷെ അങ്ങനെ ആരും വന്നിട്ടില്ല എൻ്റെ ലൈഫിലേക്ക്. നെഗറ്റീവും കൊണ്ട് അങ്ങനെ ആരും വന്നിട്ടില്ല. എല്ലാവരും അങ്ങനെ എൻ്റെ ലൈഫിലേക്ക് വന്നവരെ ഞാൻ മാക്സിമം ചേർത്ത് പിടിക്കാനേ നോക്കിയിട്ടുള്ളൂ. പിന്നെ ഈ രശ്മി ഉണ്ട്, ശ്രീലക്ഷ്മി ഉണ്ട്. അത് വേറൊരു 35 വർഷത്തോളമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാ രശ്മി ബോബനും ശ്രീലക്ഷ്മിയും. നിങ്ങളുടെ തിരുവനന്തപുരം ഗ്യാങ് ഇല്ലേ? ഡിംപിൾ, മായ, ദേവി, കാർത്തിയാൻ ചേച്ചി. അവിടെ ഏജ് നോ ബാറാ. കാർത്തിയാൻ ചേച്ചിക്ക് 68 വയസ്സെന്തോണ്ട്, 67 വയസ്സെന്തോണ്ട്. ഞങ്ങളാണ് ട്രാവൽ. നിങ്ങൾ മറ്റേ എവിടെയൊക്കെ കേദാർനാഥ് ബദരിയിലൊക്കെ പോയി. ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കാണും. ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മളിവിടെ എറണാകുളത്ത് വരുമ്പോൾ ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ സമയം കിട്ടാറില്ല. വേറെ ബിസി. എനിക്ക് മനസ്സിലായി. ഞാൻ എല്ലാം വന്ന് പറയുന്നുണ്ടല്ലേ, ഇനി ഒന്നും മിണ്ടൂല വരുമ്പോൾ വിളിക്കണം എന്നൊക്കെ. ശരി, ഇനി പുതിയതായിട്ട് ചിത്രങ്ങൾ അയച്ച് റിലീസിനുള്ളത്? ഞാനിപ്പം നമ്മുടെ എന്താണ് അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഡയറക്ടറുണ്ട് വർഗീസ്. അവൻ്റെ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റിലീസ് എനിക്ക് തോന്നുന്നു ഷൈനാണ് അതിനകത്ത് ഹീറോ അല്ല. ഷൈൻ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്, പക്ഷേ ഷൈനാണ് മെയിൻ. ഷൈനും ഞാനുണ്ട്, അശോകേട്ടനുണ്ട്, പിന്നെ കുറച്ച് കോളേജ് പിള്ളേരും പുതിയ കുറച്ച് പിള്ളേരും ഒക്കെ കൂടെ ഉള്ളത്. ടീച്ചർ എന്നാന്ന് തോന്നുന്നു. അതെ, ടീച്ചർ ഒരു പടം ചേച്ചി ചെയ്തത്. എനിക്ക് അതിൻ്റെ ഇൻട്രോ ഉണ്ട്, എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബീഡിയൊക്കെ ഇങ്ങനെ എടുത്ത് വലിച്ചിട്ട് അത് ഇങ്ങനെ തട്ടിയൊക്കെ എറിഞ്ഞിട്ട് എന്നെ രസം. എന്ത് നല്ല സിനിമയായിരുന്നു, എന്ത് നല്ല ക്യാരക്ടറായിരുന്നു അതല്ലേ. കല്യാണി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന അല്ലേ, കിഡിലനായിട്ടുള്ളൊരു ക്യാരക്ടർ. ജീവിച്ചിരുന്ന ക്യാരക്ടറായിരുന്നു ആണല്ലേ പറയുന്നത്. പക്ഷെ അതെനിക്കൊന്നും അത്രയും അങ്ങോട്ട് ഇപ്പോൾ ഹോം കണ്ട ഹോമിൽ ചേച്ചി വേറൊരു രീതി തന്നെയാണ് ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും അങ്ങോട്ട് ആൾക്കാരിലേക്ക് എത്തിയില്ല ആ സിനിമ. ആക്ച്വലി എനിക്ക് എന്തുകൊണ്ടാണ് എത്താത്തതെന്ന് അറിയില്ല. അതൊരു നല്ല സിനിമയായിരുന്നു. അത് ആക്ച്വലി ആ സിനിമ നോർത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് വന്ന സിനിമ. ടീച്ചറിനെ റേപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസ്.
നോർത്തിൽ നടന്നൊരു സംഭവം, അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തതായിരുന്നു അത് ആക്ച്വലി. എന്നിട്ട് ടീച്ചർ റിമൈൻഡ് ചെയ്തതായിട്ടാണ്, പക്ഷെ അത്രയും ഉണ്ടാവില്ല, നോർത്തിൽ നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നിരുന്നു. അപ്പോൾ അമല പോളായിരുന്നു അമലയുടെ അമ്മായിമ്മയായിട്ടായിരുന്നു, പക്ഷെ എന്നെ എക്സ്-നക്സലൈറ്റ് ആയിരുന്നു. അതെ അതെ അതെ, അതാണ് ഭയങ്കര തെറിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ലാത്തിക്ക് ഗർഭമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കല്യാണിക്ക് കുഞ്ഞുങ്ങളേറെ ഉണ്ടായെന്ന് പറയുന്ന ഒരു സാധനം. ശരിയാ, ഓ ഗംഭീര സാധന. ഇങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? എനിക്കൊരു ക്യാരക്ടർ, ഞാൻ ഇങ്ങനെ ഒരു ക്യാരക്ടറിന് വേണ്ടി വെയിറ്റിംഗാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ മനസ്സിൽ? എനിക്കിപ്പോൾ ആക്ച്വലി ഇപ്പം കുറേ ഹോം, ഫാലിമി, പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് കുറേ സിനിമകൾ അടുപ്പിച്ച് വന്നപ്പോൾ ഒരു അമ്മ വേഷത്തിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന രീതിയിൽ പിന്നെ വന്നതൊക്കെ അമ്മ ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഒന്നുകിൽ ദാരിദ്ര്യം, അല്ലെങ്കിൽ ഇച്ചിരി ഹ്യൂമറുള്ള അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമാണ് വന്നിരുന്നത്. എനിക്ക് അമ്മ വേഷം ചെയ്യുന്നതിന് വിരോധമില്ല, പക്ഷേ ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നതിനോട് എനിക്ക് ചെറിയൊരു എതിർപ്പുണ്ട്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാവണം എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് കുറേയൊക്കെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അമ്മ സ്ഥിരം മറ്റേ ദാരിദ്ര്യം, കഷ്ടപ്പാട്, ബോൾഡ്നെസ് അതെല്ലാം കാണിച്ച് ഞാൻ ചോദിച്ചു, എന്നെ കൊണ്ട് അത്ര ദാരിദ്ര്യം ലുക്കാണോ? ഞാൻ ഇത്ര മെലിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫാഷനബിളായിട്ടൊക്കെ പല ഡയറക്ടേഴ്സിൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നോക്കിയാലും അവർ വിളിക്കുന്ന ചേച്ചി തുണി എടുത്ത് തന്നിട്ട് കല്ലരയ്ക്കും അമ്മ, അരകല്ലിലരയ്ക്കുന്ന അമ്മ, തയ്ക്കുന്ന അമ്മ. അപ്പോൾ അത് ഒന്ന് മാറ്റി പിടിക്കണം എന്നുണ്ട്. എനിക്ക് കുറച്ചൊരു നല്ല നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യണമെന്നുണ്ട്, നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ, ഈ കുറച്ച് ബോൾഡായിട്ടുള്ള അങ്ങനെയൊക്കെ വരില്ലേ? മനസ്സിലായി മനസ്സിലായി. കുറച്ച് ഞാൻ ഉദാഹരണം പറയാം, സുകുമാരി അമ്മ തേന്മാവൻ കുമ്പത്തിൽ ചെയ്ത പോലത്തെ അങ്ങനത്തെയൊക്കെ കുറച്ച് ഇങ്ങനെ ബോൾഡായിട്ടുള്ള നെഗറ്റീവ് ക്യാരക്ടർ. ഒരു ഇപ്പോൾ ബിന്ദു ചേച്ചിയൊക്കെ ചെയ്തില്ലേ മറ്റേ സൂത്രധാരൻ, അങ്ങനെയൊക്കെ വരുന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒന്ന് ഏതെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു. അങ്ങനെ സിനിമ വേഗം വരും, നോക്കിക്കോ, വരട്ടെ. അങ്ങനെ തന്നെ ഇരിക്കും, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇപ്പോഴേ നെപ്പോ കിഡുകളുടെ കാലമാണ്. ഇത് ഞാൻ കേൾക്കണം. എങ്ങോട്ട് തിരിഞ്ഞാലും ചേച്ചി, ശരിക്കും പറഞ്ഞാല് ചേച്ചി ഒരു നെപ്പോ കിഡല്ലേ? പക്ഷെ അതിന്റെ അന്ന് ഇത് കണ്ടുപിടിച്ചിട്ടില്ല, ഈ പേര് വന്നിട്ടില്ല. അല്ല, അത് ഉണ്ടായിരുന്നെങ്കിലും ചേച്ചിയുടെ സംസാരത്തിൽ നമ്മൾ ഇത്രയും കഥ കേട്ടപ്പോൾ മനസ്സിലായി അതിന്റെ യാതൊരു പ്രിവിലേജും ഇല്ലാതെ സിനിമയിലേക്ക് വന്നേക്കുന്നത്. അപ്പം ഇപ്പൊ ജാനി ഒരു നെപ്പോ കിഡായിട്ടാണോ അറിയപ്പെടുന്നത്? അല്ല, അത് അവള് തന്നെ സ്വയം പറഞ്ഞ് കളിയാക്കിയിട്ടാണ് നെപ്പോ കിഡ്, ഞാനൊരു നെപ്പോ കിഡാണ് എന്ന് പറഞ്ഞിട്ടാണ് അവള് തന്നെയാണ് അവൾ ഓരോന്ന് പറയുന്നതും ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരു നെപ്പോ കിഡായിട്ടൊന്നും. ഈ കഴിഞ്ഞ ദിവസം കുറേ സംഭവങ്ങളിൽ ഈ അവളുടെ ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചൊറിഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. ഭയങ്കര കൂളായിട്ടാണ് ജാനി അതിനൊരു ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ജാനി മറുപടി കൊടുത്തിരിക്കുന്നു. അതിൽ മൈൻഡ് ചെയ്യത്തില്ല, ഭയങ്കര ബോൾഡാണ്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഏകദേശം അങ്ങനെയാണ്. കാരണം അവർക്ക് അവരുടെ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്നും ഇപ്പോഴത്തെ ഒരു എന്താണെന്നറിയൂടാ, ഇപ്പോഴത്തെ പിള്ളേർ മാത്രമല്ലല്ലോ, അതിന് തൊട്ട് മുമ്പുള്ള ജനറേഷനും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളേരിലേക്ക് അങ്ങനെയുള്ള കമൻസ് വരുന്നത്. നമ്മുടെയൊക്കെ കാലം കഴിയുമ്പോൾ അതങ്ങ് മാറും, കാരണം അവർ മാത്രമായിട്ട് മാറുമല്ലോ. പക്ഷെ ഭയങ്കര സുന്ദരിയാണ്, എന്ത് രസമാണ്. ഞാനെപ്പോഴും എന്ത് ഭംഗിയാണ്. മഞ്ജു ചേച്ചിയുടെ ഒരു ചെറിയ പ്രായത്തിലേക്ക് വെച്ചു അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിസുന്ദരിയാണ് അവൾ ചില ഡ്രസ്സിങ് സെൻസ് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ അവൾ ഇടുന്ന സംഭവം കാണുമ്പോൾ ഇൻ്റർനാഷണൽ മോഡൽസിൻ്റെ ഡ്രസ്സിങ്ങും പഠിച്ചതും അത് തന്നെയല്ലേ? അവൾ പഠിച്ചത് ഫാഷൻ സ്റ്റൈലിംഗ് ആണ്. അവിടെ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ചെയ്ത മോഡലിങ്ങിൻ്റെ ഫോട്ടോസാണ് അവൾ അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അവൾ പറയുന്നത് എൻ്റെ സ്റ്റൈലിസ്റ്റ് ആവശ്യപ്പെടുന്നത് ആ സ്റ്റൈലാണ്, അപ്പോൾ എനിക്കത് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ, അത്യാവശ്യം ചെറിയ ചെറിയ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി കോളേജിൽ തന്നെ അവർക്ക് ചെയ്യണം, അവർക്കൊരു മാഗസീൻ ഇറക്കണം. അവരുടെ പ്രോജക്ട്സ് ഒക്കെ അങ്ങനെയാണ്. കോളേജിൽ മാഗസീൻ ഇറക്കണം, കോളേജിൽ ഫാഷൻ മാഗസീൻസ് ഇറക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ പിള്ളേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മോഡലിംഗ് ഒക്കെ ചെയ്തിട്ട് ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഓണേഴ്സ് വന്നിട്ട് അവിടെ ഇൻറ്റേൺഷിപ്പ് ക്ലാസ് ഒക്കെ ചെയ്യും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മോഡൽ ചെയ്യണം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് അവൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. അവൾ പറയുന്നത് എനിക്ക് ഭക്ഷണം വാങ്ങാനുള്ള കാശ് തരുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്, എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ്.
ഞാൻ അവരെ നോക്കിയ പോരെ എന്നാണ് അവള് ചോദിക്കുന്നത്. അല്ല അത് ന്യായമായിട്ടുള്ള ചോദ്യം ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ. മറ്റുള്ളവരെ നോക്കി ജീവിക്കാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. അല്ല, മറ്റുള്ളവരെ നോക്കി ജീവിച്ച് ടെൻഷൻ അടിച്ചാൽ ജീവിതം മുഴുവൻ അങ്ങനെ തന്നെ പോകും. അതൊന്നും അവള് മൈൻഡ് ചെയ്യാറില്ല. അഭിനയിക്കാൻ ഇഷ്ടമാണോ ജാനിക്ക്? അവൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. നല്ലത് വരുവാണെങ്കിൽ ഇപ്പം അത് ഒരു ചെറിയ ഇഷ്ടം പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആക്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അവള് ഇന്റേൺഷിപ്പിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞമ്മ എനിക്കൊരു 1-2 എണ്ണം എൻ്റെ ഒരു ആഗ്രഹത്തിന് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് ഭയങ്കര എക്സ്പ്രസീവ് ആ ഫേസ്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ചേച്ചിയുടെ അല്ലേ മോള് പറയാൻ പറ്റൂല. അച്ഛനും അപ്പുറത്തെ സൈഡിലുണ്ട്. അവൾ നന്നായിട്ട് ഫോട്ടോസ് എടുക്കും. ആണല്ലേ? നന്നായിട്ട് ഫോട്ടോസ് എടുക്കും, വരയ്ക്കും. ആക്ച്വലി സുജിത്ത് വരയ്ക്കും നന്നായിട്ട് പെയിൻറ് ചെയ്യും. അത് മോൾക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടം. പാലക്കാട് ഫാമിലി എന്ന് പറയണോ, അവരുമായിട്ടൊക്കെ ഇപ്പോഴും ഭയങ്കര സ്നേഹമല്ലേ? ഭയങ്കര സ്നേഹമാണ്, അറ്റാച്ച്മെന്റ് ആണ്. ഞാൻ പുതിയ വീട് വെച്ചിട്ട് പോയിട്ടില്ല. അപ്പോൾ അത് അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പോകണം ഒന്ന് അവിടെ പോയിട്ട് 3-4 ദിവസം നിൽക്കണം. ഞാനെപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ പറയും അവരുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് ഇപ്പോഴും. അത് എപ്പോഴും നല്ല ക്ലോസ്. സുജിത്തുമായിട്ടും നല്ല കോണ്ടാക്റ്റിലുണ്ട്. പിന്നെ ഞാൻ ഫ്ലാറ്റിൽ വന്നിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരു സൈനിങ് ഉണ്ടായിരുന്നു. ഫ്ലാറ്റിൽ വന്നിരുന്നു. അത് നമ്മളൊരു ഇത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരി, ഇനി ഹിന്ദി, ഇപ്പോൾ അന്യഭാഷകളിലേക്ക് ഇപ്പോൾ മലയാളത്തിൽ നിന്ന് പലരും പോകുന്നുണ്ട്. മറ്റേ വെബ് സീരീസ് അങ്ങനെ. ചേച്ചിക്ക് തമിഴോ അല്ലെങ്കിൽ ഹിന്ദി അങ്ങനെയുള്ള വെബ് സീരീസുകളിൽ നിന്ന് കോള് വരികയോ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുകയോ? അല്ലടാ, എനിക്ക് ആഗ്രഹമുണ്ട് തമിഴ് ചെയ്യണം എന്നൊക്കെ. ഹിന്ദി ചെയ്യണം, എല്ലാവർക്കും എന്തായാലും നല്ല ക്യാരക്ടേഴ്സാണ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ സമയത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് 2-3 സിനിമ വന്നു എനിക്ക് തമിഴിൽ നിന്ന്. പക്ഷെ എങ്ങനെയൊക്കെയോ തെന്നി മാറിപ്പോയി. എനിക്കറിയില്ല എന്താന്ന്. ലാസ്റ്റ് കൺഫേം ആയതാണ്. അപ്പോൾ ആ ഡയറക്ടർ തന്നെ ഒരു പയ്യനാണ്. അവൻ വിളിച്ചിട്ട് പറഞ്ഞു, അതാരാന്നറിയാവോ, സായി കരുണ എന്ന് പറഞ്ഞിട്ട്, കരുണ സായി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ഡയറക്റ്റ് ചെയ്ത് അവൻ തന്നെ അഭിനയിക്കുന്ന ഒരു കഥയെല്ലാം പറഞ്ഞ് എല്ലാം സെറ്റായി. പിന്നെ എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴത്തേക്കും ഡേറ്റ് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്ന ഡേറ്റ് തന്നെയാണെന്ന് അറിയാൻ പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും, മാം അത് ചെറിയൊരു പ്രശ്നമുണ്ട് മാം, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു മാം, ഒന്നും തോന്നരുത്. എന്താണെന്ന് വെച്ചപ്പോൾ അവിടുത്തെ അസോസിയേഷനിൽ, എനിക്കറിയില്ല എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത്, അവിടുത്തെ അസോസിയേഷനിൽ അത്രയും ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിട്ടും മലയാളത്തിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ തമിഴിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ അവിടെ ഇച്ചിരി പ്രശ്നം ഉണ്ടായി. അഫ്കോഴ്സ് ചിലപ്പോൾ ഉണ്ടാവും, നമുക്കും ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ, ഹിന്ദിയിൽ നിന്നും തമിഴിൽ നിന്നും കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഇത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ടായിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് മാം എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് മാം, പ്രഷറാവുന്നു മാം, എൻ്റെ ഫസ്റ്റ് ഇതല്ല. ഞാൻ ഒരു പ്രശ്നമില്ല, സാരമില്ല എന്ന് പറഞ്ഞു. മലയാള സിനിമയെ മഞ്ജു പിള്ള എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ പുള്ളി പുതിയൊരു പടം ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് അവർ പറഞ്ഞതാണ്, ഞാനൊരു പടം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം എഴുതും. ഇതാരാന്നുള്ളത് ഞാനിപ്പോൾ ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ പറയും. ഇപ്പം ഞാനത് പറയുന്നില്ല ചേച്ചിയുടെ പേര്. അവർ എപ്പോഴും ഈ മലയാള സിനിമയിൽ വന്ന് അങ്ങനെ സിനിമകൾ ചെയ്യേണ്ട ഒരു ആർട്ടിസ്റ്റായിരുന്നു എന്നറിയോ. അവരത് എന്താണ് സംഭവം? ഞാൻ പറഞ്ഞ ഹോമായിരിക്കും അതിനുള്ള റൈറ്റ് ടൈം, അതുകൊണ്ടായിരിക്കും ചേട്ടാ. പക്ഷെ അങ്ങനല്ല, അവർ ഭയങ്കര ആർട്ടിസ്റ്റാണ്. ആ ഡയറക്ടറിനോട് പെട്ടെന്ന് സിനിമ തുടങ്ങാൻ പറയൂ. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞ ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചേച്ചി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലേ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. കുറേ നാൾ സിനിമയിൽ നിന്ന് മാറി നിന്നത് എൻ്റെ തീരുമാനമായിരുന്നു. അതിന് സിനിമയെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഹോം കഴിഞ്ഞ് വന്നപ്പോൾ ടൈപ്പ് കാസ്റ്റ്, അത് സിനിമയുടെ ഒരു സ്വഭാവമാണെന്ന് തോന്നുന്നു. ഒരു ടൈപ്പ്, ഇപ്പം അമ്മ വേഷം ചെയ്യാനും ആരുമില്ല, അത് ശരിയാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള അമ്മകൾ ചെയ്യാമല്ലോ, ഈ പറഞ്ഞ പോലെ കുറച്ച് ഇതായിട്ട്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ചെയ്ത ഒരു ക്യാരക്ടർ അമ്മ വേഷമല്ല, പക്ഷെ എങ്കിലും കുറച്ച് നല്ല ഇതായിരുന്നു. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ എനിക്ക് ഒന്നും കൂടി ഇഷ്ടമാകും. അങ്ങനെ നോക്കുമ്പോൾ എനിക്കങ്ങനെ കിട്ടുന്നില്ല എന്ന് മേ ബി. ദിലീപ് ഏട്ടൻ, പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുക. ദിലീപ് ഏട്ടന് ചേച്ചി ഭയങ്കര നല്ല സൗഹൃദമാണ്. ദിലീപ് ഏട്ടൻ്റെ പടത്തിൽ ആ ക്യാരക്ടർ ഭയങ്കര രസമാണ്. നിങ്ങൾ ആ ബ്രദർ സിസ്റ്റർ ആ ഒരു റിലേഷൻ ശരിക്കും റിയൽ ലൈഫിൽ നിങ്ങൾ അങ്ങനെ തന്നെയല്ല, ഭയങ്കര ബ്രദർ സിസ്റ്റർ, ഭയങ്കര ഫ്രണ്ട്ലിയാണ് ദിലീപ് ഏട്ടൻ. അതായത് ദിലീപ് ഏട്ടൻ
അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് ആക്ടറായിട്ട് മാറുന്ന ഒരു ടൈമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ മഴയത്ത് മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുക കമൽ സാറിൻ്റെ. അപ്പോൾ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നല്ലോ. അന്ന് കമൽ സാറിൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനും യാത്ര പറയാനും ഒക്കെ ലാസ്റ്റ് ഡേ വന്നിട്ടുണ്ടായിരുന്നു ദിലീപേട്ടൻ. അന്ന് ദിലീപേട്ടനാണ് എനിക്ക് ലാസ്റ്റ് എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ ഡേ ആണ് എന്ന് പറഞ്ഞിട്ട്, പണ്ട് ഒരു ക്യാമറയല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു ക്യാമറ വെച്ചിട്ടാണല്ലോ സജഷനും രണ്ടും എടുക്കുന്നത്. ഇന്നത്തെ പോലെ 2 ക്യാമറയൊന്നും വെച്ച് യൂസ് ചെയ്തില്ല. അപ്പം അന്ന് ചെയ്യുമ്പോൾ ലുക്ക് തരിക എന്ന് പറയുമല്ലോ, ക്യാമറയുടെ സൈഡിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇത് ആനി അല്ലെങ്കിൽ ഇത് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് തരുന്ന ആ ലുക്ക് എനിക്ക് തന്നത് ദിലീപേട്ടനാണ്. അന്ന് തുടങ്ങിയ സൗഹൃദം. ദിലീപേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരുപാട് വിഷമം വന്ന സിറ്റുവേഷനൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടേ ദിലീപേട്ടൻ്റെ വണ്ടിയിൽ നിന്നൊക്കെ ഇറക്കി മറ്റേ ഫ്രണ്ടിൽ കയറി ഇരുന്നതിനൊക്കെ ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഇതിലാണ് ആ ആള് തന്നെ പിന്നീട് ഈ ഇൻഡസ്ട്രിയിലേ ഇല്ലാണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ വിഷമങ്ങൾ ഉള്ളിൽ വന്നിട്ട് ഇപ്പം പുള്ളി ആ ഒരു നല്ലൊരു രീതിയിൽ ഇപ്പോൾ നമുക്ക് ദിലീപേട്ടൻ എന്ന് പറഞ്ഞ ജനപ്രിയ നായകനാണ്, എന്നും ജനപ്രിയ നായകനാണ്. അപ്പോൾ ഞാനപ്പോൾ സിനിമ കണ്ടപ്പോഴും ഞാൻ വിചാരിച്ചതാ, എന്താ നിങ്ങൾ തമ്മിൽ ആ ബോണ്ടിങ്, പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യണ്ട, നിങ്ങൾ തമ്മിൽ വെറുതെ സംസാരിച്ചാൽ നമുക്കത് ഭയങ്കരമായിട്ട് അത് ഫ്രെയിമിൽ റിഫ്ലക്റ്റ് ചെയ്യുമായിരുന്നു. ഇനി എന്താ പറയുക, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ മഞ്ജു പിള്ള ഇങ്ങനെ തന്നെ സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ ആവാനാണോ ആഗ്രഹം ചേച്ചിക്ക്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് ആഗ്രഹമുണ്ട്. എന്താ പിന്നെ പറ കേൾക്കട്ടെ. എനിക്ക് മഞ്ജു പിള്ള ആവാം, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ലൈഫിൽ ഹാപ്പിയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ അടുത്ത ജന്മം പട്ടിയാണോ പൂച്ചയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് മനുഷ്യജന്മം ആണെങ്കിലത്തെ കാര്യം ചോദിച്ചേ. അങ്ങനെ സമാധാനപൂർണമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഏതൊരു വ്യക്തിയാവാനും എനിക്കിഷ്ടമാണ്. സമാധാനം വേണം ലൈഫിൽ. ഏറ്റവും സമാധാനമായിട്ട് രാത്രി ചെന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റണം. അതാണ് ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ടത്. പൈസ ഉണ്ടാക്കി തന്നെ പകുതി സമാധാനം വരും എന്ന് പറയും, പക്ഷെ അല്ല, പൈസ ഉണ്ടെങ്കിലും അത് കൂടിപ്പോയതിൻ്റെ ഒരു ടെൻഷൻ കാണുമല്ലോ. ഈ പറയുന്ന മറ്റേ ഇവരൊക്കെ പൈസ കൂടുതലുള്ള എന്താ പറയുക, അംബാനി, അവരൊക്കെ രാത്രി എന്ത് ടെൻഷനിലായിരിക്കും കിടന്നുറങ്ങുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ പൈസ ആവശ്യത്തിന് വേണം, നമുക്ക് സമാധാനമായിട്ട് കട്ടിലിൽ കിടന്നുറങ്ങാൻ പറ്റും. അങ്ങനെ സമാധാനമായിട്ട് എപ്പോഴും അങ്ങനെ നല്ല രീതിയിൽ വിചാരിക്കുന്നതൊക്കെ നടന്ന് നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച്, ഞാൻ എപ്പോഴും പറയും നല്ല ഭക്ഷണം കഴിച്ച് നന്നായിട്ട് ഉറങ്ങാൻ പറ്റണം രാത്രി കിടന്ന്. അങ്ങനെ അതാണ് ഏറ്റവും വലിയ സമാധാനം. അല്ല, അങ്ങനെ മുഖം മാറണ്ട, ഡയറ്റ് ഫുഡ് കഴിച്ച് സമാധാനമായിട്ട് എന്നെ കാണുന്ന അന്ന് മുതലേ പറയും, ഇടി നീ ഒന്ന് വണ്ണം കുറിക്കും. എന്താ ലക്ഷ്മിയുടെ നമ്പർ വരെ എനിക്ക് തന്നിരുന്നു, വിളിക്കുക. ഒരു വട്ടം വിളിച്ചിരുന്നു പണ്ട്, വിളിച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് വിശലാന്വേഷണമൊക്കെ ചെയ്തിട്ട് ഞാനൊക്കെ നിർത്തി. ചേച്ചി ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിലേ ഞാൻ ചിലപ്പോൾ, ലക്ഷ്മി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇതിൻ്റെ ഇടയിൽ. ലക്ഷ്മി എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നല്ലപ്പോഴത്തേക്ക് എൻ്റെ വെൽവിഷറാണ്, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊരു വ്യക്തിയായിട്ടോ. ഞാൻ ഒന്ന് വയ്യാണ്ടായാൽ, ഇപ്പം സിമിയുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും അവൾക്ക് ഈ പറഞ്ഞ പോലെ പിണക്കം വരും. എനിക്ക് വയ്യാതെ കിടക്കുന്ന സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞൊക്കെ പിണങ്ങിയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്നെ ആദ്യം ഓടി വന്ന് കൊണ്ടുപോകുന്നൊക്കെ ലക്ഷ്മി. അതെനിക്കൊരു പറഞ്ഞ പോലെ ആത്മബന്ധം, ഒരു സിസ്റ്റർ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയാണ് ലക്ഷ്മി എന്നെ നോക്കിയിട്ടുള്ളത്. എന്തെങ്കിലും കാര്യത്തിൽ ഇതുവരെ റിഗ്രറ്റ് വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? അയ്യോ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, അല്ല വേണ്ട, തിരിഞ്ഞു നോക്കുമ്പോൾ? ഇല്ല, അങ്ങനെ റിഗ്രഷൻ ഒന്നും ഞാൻ ഈ പറഞ്ഞ പോലെ തിരിഞ്ഞ് നോക്കാറില്ല റിഗ്രഷൻ. കാരണം ഞാൻ ഇന്ന് എന്താണോ അതിൽ ഞാൻ വളരെ വളരെ സാറ്റിസ്ഫൈഡാണ്, ഹാപ്പിയാണ് ഞാൻ ഇന്ന് എന്താണോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് റിഗ്രഷൻസ് ഒന്നുമില്ല, ഒരു റിഗ്രഷനും ഇല്ല. ഞാൻ തിരഞ്ഞെടുത്ത വഴികളും ഞാൻ എടുത്ത തീരുമാനങ്ങളും മാത്രമായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് റിഗ്രറ്റ് ചെയ്യുന്ന എന്തിനാ, എല്ലാം എൻ്റെ തീരുമാനമായിരുന്നില്ല. ഞാൻ ഇന്ന് ഹാപ്പിയാണോ അതെനിക്ക് അറിഞ്ഞാൽ മതി, നാളെ എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഇന്നിൽ ജീവിക്കുന്നു. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരാളില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം എൻ്റെ ലൈഫിൽ അങ്ങ് ഇല്ലാണ്ടായിപ്പോയേനെ. അങ്ങനെ ഒരാൾക്കാർ, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളോ, ഇയാളാണ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയാണ്, അതാണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, എന്നെ ലൈഫിലേക്ക് തിരിച്ചു പിടിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ കാരണമാണ്. അങ്ങനെ ഒരാളുണ്ടോ ലൈഫിൽ? അമ്മ എൻ്റെ മോള്.
ഇത് രണ്ടുപേരുമാണ് എനിക്ക് ലൈഫിൽ എനിക്ക് ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്ത 2 വ്യക്തിത്വങ്ങൾ. അതിൽ അമ്മ ലൈഫ് ലോങ് ഉണ്ടാവും, മകള് അവരുടെ ലൈഫിലേക്ക് പോവും. നമ്മളെപ്പോഴും അമ്മ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ അവൾ ലൈഫിലേക്ക് പോയാലും നമ്മളെപ്പോഴും അവളുടെ പുറകെ പോകും. അവൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. അത് തന്നെയാണ് നമ്മുടെ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഒരു പക്ഷേ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ പറയാൻ തന്നെ അറിയാമല്ലോ, അമ്മയോളം വരില്ല ഒന്നും. എന്ത് ചെയ്താലും അവിടെ ആളുണ്ട് എന്നുള്ള ഒരു ധാരണയുണ്ട് ലൈഫിൽ. എനിക്ക് ഇന്ന് വരെ എനിക്ക് മക്കളെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുള്ളത് അമ്മ മാത്രമാണ്. ഇപ്പം നമ്മളെല്ലാവരെയും വിളിച്ച് എന്തൊക്കെയാണ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിക്കുമെങ്കിലും എടി കഴിച്ചോ എന്ന് ചോദിച്ചു. ഇപ്പോഴും എൻ്റെ ഫോൺ എടുത്ത് നോക്കിയ ഒരു മെസ്സേജ് ഉണ്ട്, മക്കളെ ഇറങ്ങിയോ കഴിച്ചോ എന്ന് ചോദിച്ചിട്ട്. രാത്രി കിടക്കാൻ നേരത്തും മക്കളെ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചൊരു വോയിസ് മെസ്സേജെങ്കിലും അമ്മ ഇടും. അത് നമ്മുടെ മക്കൾ ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല, സ്നേഹക്കുറവുകൊണ്ടൊന്നുമില്ല, അറിയില്ല. ഇത് അവർക്കൊരു ഭാഗമായി മാറി ജീവിതത്തിൻ്റെ. പിള്ളേരുന്ന് നമ്മുടെ മക്കൾ എത്ര വലുതായാലും നമുക്ക് ചെറുതാന്ന് പറയുന്ന പോലെ നമ്മളിനി എത്ര വലുതായാലും അമ്മയ്ക്കിപ്പോഴും നമ്മൾ ചെറുതാണ്. ആ ഒരു കോള് ഭയങ്കര, ആ ഒരു മെസ്സേജും ഭയങ്കര സമാധാനം തന്നെയാണ്. ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാലും എങ്ങനെയായാലും ഇനി നമുക്കൊരുപാട് പ്രായമായാലും അമ്മയുടെ ഒരു മെസ്സേജ് അതൊരു ഭയങ്കര സംഭവം. ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്, ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടാവുമല്ലോ. ഇനി എനിക്ക് ഒറ്റൊരു കാര്യം കൂടെയാണ് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്. എന്നെ എന്തുകൊണ്ട് ഇത്ര നാളും വിളിക്കാതെ എന്നെ കാണാൻ വരാതിരുന്നത്? എൻ്റെ കാരണം എനിക്കറിയണം. ഇപ്പം എന്നെ നീ അത് അർഹിക്കുന്നു. എനിക്കത് അറിയാം. എടാ ഒന്നുമില്ലടാ, അമ്മയാണ് സത്യം, ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ എൻ്റെ ഒരു എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഇതുണ്ടല്ലോടാ. ഞാൻ ഷൂട്ട് കഴിയുന്നതിൻ്റെ അന്ന് രാത്രി വീട്ടിലേക്ക് പോകും. കാരണം എന്താ വെച്ചാൽ അവിടെ പോയിട്ട് വേണം അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അച്ഛൻ കുറേ നാൾ ഹോസ്പിറ്റൽ, 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ അവിടുത്തെ ചെയ്യാനുണ്ടാവും, ബാങ്കിലെ കാര്യങ്ങളുണ്ടാവും, എല്ലാ കാര്യങ്ങളും പോയി ഫ്ലാറ്റ് അടിച്ചു വരി തുടക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് ട്രാവലിൻ്റെ ഇടയ്ക്ക് മനസ്സിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒന്നും ആരെയും വിളിക്കാറില്ല, നിന്നേന്നല്ല ആരെയും ഞാൻ കോണ്ടാക്ട് ചെയ്യാറില്ല. സീരിയസ്ലി വർക്കിൻ്റെ ആവശ്യത്തിനല്ലാതെ ആരെയും ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് അമ്മയെ പോലും ഞാൻ വോയിസ് മെസ്സേജ് അയക്കുന്നത്. നീ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചാൽ ഞാൻ തിരിച്ച് റിപ്ലൈ തരാറുണ്ട്. എന്ത് 3-1 തരാറുണ്ട്. പക്ഷേ എടാ ഞാൻ വിളിച്ചില്ല എന്ന് വെച്ചിട്ട് അതൊരു ഇല്ല, അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ എൻ്റെ ഒരു വിളിയിൽ ഓടി വന്നേ. ഞാൻ വന്നില്ലേ, നിനക്കൊരു ആവശ്യം വന്നാൽ ഞാൻ വരും. അതെനിക്കറിയാം. എൻ്റെ എല്ലാ ലൈഫിലെ എൻ്റെ എല്ലാ മോശ സമയത്തും എൻ്റെ നല്ല സമയത്തും എല്ലാം ചേച്ചി വന്നിട്ടുണ്ട്. ഒരാവശ്യം ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു ഇതാണെന്ന് ചേച്ചി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നില്ലേ. പക്ഷെ അല്ലാതെ എന്നും വിളിച്ചിട്ട് ഹലോ വീണേ നീ എന്നും വേണ്ട. ഈ ഹോളിഡേയിലാണ് താമസിക്കുന്നത്. കുണ്ടന്നൂർ എൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി വരുന്ന മഴയിൽ മനോരമയില്. സംഭവം എന്നറിയോ, രാവിലെ ഞാൻ ഇവിടെ 6:30 പോവും, വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ചത്ത വരുന്നത്. ഞാൻ ആ അങ്ങനെ കിടക്കുന്ന രാത്രി ഭക്ഷണം പോലും അങ്ങനെ ഞാൻ വലിയ ഭക്ഷണം പോലും കഴിക്കാനുള്ള ഒരു ആരോഗ്യം കിട്ടുന്നില്ല. അല്ലാതെ മനഃപൂർവ്വം വിളിക്കാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് എൻ്റെ പരാതിക്കുള്ള ഇന്റർവ്യൂ പോലെ ആയിപ്പോയല്ലോ. വിളിച്ചു വരുത്തിയിട്ട് വേറെ ഇനിയും കിട്ടൂല, അങ്ങനെയെങ്കിലും വന്ന് 2 വാർത്ത. നീ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഞാൻ ഭൂട്ടാനിലായിരുന്നു ട്രിപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു ഭൂട്ടാൻ? നല്ല. മറ്റേ ആ സ്ഥലത്ത് പോയ 10,000 അടി മേലെ ഒരു വലിയ മറ്റേ എന്ത് കേവ്? അത് തന്നെ ടൈഗർ. ടൈഗർ കടേർ കേവിൽ പോയോ? നടന്നു പോയോ? അത്രയും മറ്റേ ഈ ബ്രീത്തിങ് ഇഷ്യൂ വരും ചേച്ചി അത്രയും ഹൈറ്റിൽ പോകുമ്പോൾ? കുറച്ച് അത് പയ്യെ കയറാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ കേദാറൊക്കെ കയറിയല്ലേടാ, അവിടുത്തെ അത്രയും വിഷു വരില്ലല്ലോ. ആണല്ലേ? അതെനിക്ക് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ പക്ഷെ എനിക്ക് അത്രയും കിട്ടിയില്ല കേട്ടോ. ടൈഗർ കേവിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് അത്രയും ഫീൽ കിട്ടിയില്ല. കേദാറിൽ കയറിയതിൻ്റെ ഒരു ഫീൽ എൻ്റെ പൊന്നു വീണേ. അവിടെ ഒരു ദിവസം പോണം. അതിങ്ങനെ മന്ത്രോച്ചാരണം ഇങ്ങനെ കേൾക്കാം അമ്പലത്തിൽ, ഒരു കുഞ്ഞമ്പല, അതിനകത്ത് നിന്ന് ഇങ്ങനെ മന്ത്രോച്ചാരണം കേട്ടിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്നവരെ എനിക്ക് ചെവിക്കാത്ത അതായിരുന്നു. പിന്നെ തിരിച്ചിറങ്ങാൻ തോന്നില്ല, അത്രയും മുകളിലാണ് നമ്മൾ കയറിയത്. രാവിലെ ആണ്ട് 9-9:30 കയറിയിട്ട് 3:30-4 മണിയായി മുകളിൽ കയറിയപ്പോൾ. പിന്നെ അന്ന് ചുറ്റി നടന്ന് അവിടെ കിടക്കുക. അവിടെ വലിയ ഹോട്ടലോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം വെളുപ്പിന് 4:30 മണിക്കാണ് കയറി തൊഴുതത്. മഞ്ഞുമലയാണേ, നല്ല തണുപ്പല്ലേ. 6 ഡ്രസ്സ് അങ്ങാണ്ട് ഇട്ടിരുന്നു. അപ്പം ഞാനിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? 6 ഡ്രസ്സ് അമ്മ. നിനക്കൊക്കെ ഓൾറെഡി ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന വലിയ തണുപ്പ് വരാൻ ചാൻസ് ഇല്ല.
ഇനി എന്നെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി അങ്ങോട്ടോ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ പോകണമെന്നുള്ള സാധനം അവിടെ നിൽക്കട്ടെ. അത് അല്ലാണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് കാര്യങ്ങളൊക്കെ ലൈഫിൽ അച്ചീവ് ചെയ്തു. നല്ലൊരു മോള്, നല്ല എല്ലാം, അവള് നല്ല സ്വഭാവമുള്ളൊരു കുട്ടി, ഇതൊക്കെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ്. അതെ, എനിക്ക് ലൈഫിൽ എന്ന് പറഞ്ഞാൽ സിനിമയിൽ കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. എനിക്ക് ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എനിക്ക് മമ്മൂക്കയുടെ നായികയായിട്ട് അഭിനയിക്കണം. നടക്കും. മമ്മൂക്കയുടെ കൂടെ എനിക്ക് അഭിനയിക്കണം. പിന്നെ സിനിമയിലുള്ളപ്പോൾ ഉള്ള ആഗ്രഹങ്ങളാണ് പറയുന്നത്. പിന്നെ കുറച്ച് കടങ്ങളുണ്ട്, അതെല്ലാം തീർക്കണം. കടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ലോൺ എടുത്തിട്ടാണല്ലോ എല്ലാം, അങ്ങനെയുള്ള കടങ്ങൾ അതൊക്കെ തീർക്കണം. സ്വസ്ഥമാവണം. ഇതെല്ലാം നോർമൽ സാധനങ്ങളാണ് എല്ലാവരുടെ വീട്ടിൽ. അല്ലാതെ നമ്മൾ പറയില്ലേ എനിക്ക് അങ്ങനെ പോകണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു യാത്ര കുറേ അങ്ങനെ വേറൊരു സാധനം ഇല്ലേ. അല്ലെങ്കിൽ എന്നോടിപ്പോൾ നിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് ഞാൻ പറയും എനിക്ക് ഓസ്കാർ വേണമെന്നാണ്. അത് എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമാണത്. അങ്ങനെ ഒരു അഹങ്കാരം അങ്ങനെ വെച്ചാൽ എനിക്കില്ല. അങ്ങനെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഓസ്കാർ കിട്ടും വിചാരിച്ചാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടുള്ളൂ. അങ്ങനെ ചിന്തിക്കണം. അതുപോലെ എനിക്ക് ഹിമാലയം കയറണം എന്നുള്ളൊരു ആഗ്രഹം. കൈലാസമാണോ അതോ ഹിമാലയം? കൈലാസം. ഹിമാലയം അല്ല, കൈലാസം കയറണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ട്. അത് പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല. അത് കാരണം എന്താ വെച്ചാൽ അതിന് നല്ല ആരോഗ്യം വേണം. ഞങ്ങൾ ഈ കേദാർ ട്രിപ്പ് പോയില്ലേ, ആ ഗ്യാങ് എല്ലാം കൂടെ അതിൻ്റെ ആ വർഷമല്ല, അതിൻ്റെ അടുത്ത വർഷം നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് കയറണമെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്രീത്തിങ് ഇഷ്യൂ വരുന്നത്. ബ്രീത്ത് പ്രശ്നം വരുന്നത് അവിടെയാണ്. ഓക്സിജൻ അതെ, ഭയങ്കര ഇഷ്യൂ ആണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്സസൈസ് കാര്യങ്ങൾ നടപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബ്രീത്തിങ് എക്സസൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കോവിഡ് വന്നു. സമയം ഇനി പോകാൻ പറ്റുമെന്ന് അറിയില്ല. പ്രായമൊന്നും ആയില്ലല്ലോ ഇനി. ആര് പറഞ്ഞു? വലിയ പ്രായമൊന്നും ആയിട്ടൊന്നുമില്ല. ഇനി വേഗം എവറസ്റ്റ് വേണമെങ്കിൽ കീഴടക്കാം. ജസ്റ്റ് ഇപ്പോഴാണ് ശരിക്കും ലൈഫ് തുടങ്ങിയത് അല്ലേ ചേച്ചി? സിനിമയിൽ കുറച്ചും കൂടി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. ഒന്ന് ലൈഫ് സെക്യൂർ ആവണം. എന്നിട്ട് നീണ്ട് ഇങ്ങനെ നിവർന്നിങ്ങനെ കിടന്ന് ലാവിഷായിട്ട് മടി പിടിച്ചിരിക്കണം. എന്നിട്ട് യാത്ര ചെയ്യണം. കുറച്ച് യാത്ര ചെയ്ത് വീണ്ടും വീട്ടിൽ വന്ന് അത്രയും കാശുണ്ടാക്കണം. അതിന് എല്ലാത്തിനും ഇതിനൊക്കെ ബേസിക്കലി കാശ് വേണം. കൊളാബ് കിട്ടത്തില്ല അവിടെ. ഇനി വയസ്സും കൂടെ ആയ ഒട്ടും കൊളാബ് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടുക, കാശുണ്ടാക്കുക. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പുതിയ അഭിനയിക്കാൻ വരുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി ഇങ്ങനെ ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുമുണ്ട്. ആ കുട്ടികളോട് എന്താ പറയാനുള്ള ആസ് ആൻ ആക്ട്രസ് എന്നുള്ള, ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ? അവർക്ക് അല്ല ഞാൻ പറഞ്ഞ അവർക്ക് എന്നറിയോ, ഈ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇപ്പം ഇവർ കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചേച്ചിക്ക് തന്നെ വന്നിട്ടുണ്ടാവുമല്ലോ പല മെസ്സേജ് നേരിട്ട് കാണുമ്പോഴും പല ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വരും തലമുറ ഒത്തിരി പേര് അഭിനയിക്കാൻ ഇഷ്ടപ്പെട്ട്, ചേച്ചി ഒരു സാധനം തുടങ്ങിയപ്പോൾ തന്നെ ആ സംരംഭത്തിന് തന്നെ എന്തോരം ആൾക്കാരാണ് വരുന്നത്. സീറ്റ് വരെ ക്ലോസ് ചെയ്ത് പിന്നെയും ആൾക്കാരുടെ എണ്ണം കൂടിയിട്ട് അവർക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട് അല്ലേ? അത്രയും അഡ്മിഷൻ വന്നിട്ട്. അത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ സമയം, ഭാഗ്യം എന്നൊക്കെ പറയുന്നുള്ളതാണ്. ഒരു പ്രാവശ്യം കിട്ടിയില്ല, 2 പ്രാവശ്യം കിട്ടിയില്ല, 3 പ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് തളരരുത്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളിൽ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് ഡാം ഷുവറാണ്. ട്രൈ. ചിലപ്പോഴത്തെ കുട്ടികളൊക്കെ പെട്ടെന്ന് ഡൗൺ ആവുന്നുണ്ട്. അയ്യോ എനിക്കത് കിട്ടിയില്ല, ഞാനിനി എന്ത് ചെയ്യും? പക്ഷെ അങ്ങനെയല്ല, ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് കോൺഫിഡൻസ് വളർത്തുക. അങ്ങനെ ബ്ലാബ്ല നമുക്ക് പതിയെ അവസാനിപ്പിക്കാം അല്ലേ? പക്ഷെ ബ്ലാബ്ല ആയിരുന്നെങ്കിലും നമ്മൾ വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഞാനും വീണ ആദ്യമായിട്ടായിരിക്കും ഇത്ര സീരിയസ് അല്ലേ? സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഇങ്ങനെയൊന്നും പറയാറേ ഇല്ല. ചേച്ചിയൊക്കെ പിന്നെയും പറയും. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നെ പേഴ്സണലി അറിയാം. അല്ല, അത് മാത്രമല്ല, ഒരുവിധം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളും ഒക്കെ കൂടെ. അതെ, എനിക്കറിയാവുന്ന കാര്യമല്ലല്ലോ, നാട്ടുകാർക്ക് ഒന്നും അറിയില്ലല്ലോ. അതെ, അല്ല എനിക്കിപ്പോൾ എന്നെ ചേച്ചി നന്നായിട്ട് അറിയാം. ചേച്ചിയുടെ ഇപ്പം എന്നെ ഭയങ്കര നന്നായിട്ട് അറിയാവുന്ന ഒരു ചുരുക്കം ഒരു 2-3 പേരിൽ ഒരാളായിരിക്കും ചേച്ചി എന്നെ പേഴ്സണലി അറിയാവുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും വിളിക്കുന്നത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരത്തില്ല, ഇവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയ ഇത് കഴിഞ്ഞില്ലേ, നേരെ അടുത്ത പരിപാടി ഉണ്ട്. ഇത് കഴിഞ്ഞു. അല്ല, ഒരാൾക്കാർക്കും ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഞാൻ ചേച്ചിയെ വിളിക്കുന്നത്. എന്നിട്ടും ചേച്ചി വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഭഗവാനോടും യൂണിവേഴ്സിനോടൊക്കെ
ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ചേച്ചി ആഗ്രഹിക്കുന്ന പോലെ എത്രയും വേഗം തന്നെ മമ്മൂക്കയുടെ നായികയായിട്ട്. എൻ്റെ ഒരു ഇത് കണ്ട് മമ്മൂക്ക ഇതോടുകൂടി എൻ്റെ ജീവിതം അവസാനിക്കും. ഇല്ലേ ചേച്ചി, മമ്മൂക്കയുടെ നായികയായിട്ട് എൻ്റെ ആഗ്രഹം മാത്രമാണ് മമ്മൂക്ക. അത് ആഗ്രഹം സാധിക്കും. ആഗ്രഹം മാത്രം ആഗ്രഹിക്കുന്നതിന് എന്താ അല്ലേ, ഒരു കുഴപ്പമില്ല. ആ ആഗ്രഹം അത് നല്ലൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹത്തിന് പ്രത്യേകിച്ചില്ല, ഉറപ്പായിട്ട് അത് വേഗം തന്നെ സാധിക്കും. എൻ്റെ ഹാർഡ് കോർ ഫാനാണ് മമ്മൂക്ക. ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് മമ്മൂക്കയുടെ നായികയായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കും. ഉറപ്പായിട്ട് സാധിക്കും ചേച്ചി. അതിനെല്ലാ രീതിയിലും യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്ത് അടുത്തോട്ട് ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് എല്ലാം സെറ്റ് ചെയ്ത് തരട്ടെ. പിന്നെ ഇതൊക്കെ ഭയങ്കര ഫോർമലായി പോകും ചേച്ചിയോട് പറയുമ്പോൾ. അപ്പോൾ ബ്ലാബ്ലയുടെ ആദ്യത്തെ എപ്പിസോഡ് അങ്ങനെ ബ്ലാബ്ല വീണയുടെ ആദ്യത്തെ എപ്പിസോഡ് അങ്ങനെ ഭയങ്കര സക്സസ്ഫുള്ളി, എനിക്ക് ഭയങ്കര എന്താ പറയുക, എത്ര ഇനി ഇതിനകത്ത് ആരൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇതെൻ്റെ ഭയങ്കര സ്പെഷ്യലായിരിക്കും. ഞാൻ വെള്ളിമുങ്ങ ചെയ്യാൻ കാരണക്കാരി, എന്നെ അഭിനയിക്കാൻ കുറേ ഞാൻ പഠിച്ചത്, ഇൻസ്പയർ ചെയ്തത് എൻ്റെ പേഴ്സണലി എൻ്റെ വീണെ പറയുന്നത് തന്നെ കാവ്യമാധവന് മഞ്ജു കാവ്യമാധവന് മഞ്ജുപിള്ളയിൽ ഉണ്ടായതായിരുന്നു ഒരു സമയത്ത് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പലരും ചോദിക്കാറുണ്ട് ഇപ്പോഴും അവിടെയൊക്കെ ചെല്ലുമ്പോൾ, അയ്യോ പിന്നെ വണ്ണം വെച്ചോ, നല്ല മെലിഞ്ഞാണല്ലോ ഇരുന്നത് എന്നൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ മഞ്ജുപിള്ളയല്ല, വീണതായിരുന്നു. കാരണം മഞ്ജുജി ഇപ്പം കാണുമ്പം ഇത് ഒരിജിനിയിൽ മെലിഞ്ഞിട്ടല്ലേ. ചില സമയത്ത് ഞാൻ സാരി എടുത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പെട്ടെന്ന് ചോദിക്കും, ഞാൻ പറയാം അല്ലല്ലല്ല അതല്ല. അപ്പോൾ ഒത്തിരി സന്തോഷം ചേച്ചി. ഹാപ്പി. ഞങ്ങളുടെ ഒരു ചെറിയൊരു ഒരു ഗിഫ്റ്റ്, വലിയ ശമ്പളം, കുട്ടി ഗിഫ്റ്റ്, വീടിൻ്റെ ചെറിയൊരു ഗിഫ്റ്റ്. നന്നായി പോട്ടെ, എന്തായാലും ഹാപ്പി ആയിട്ട് ഇതൊരു സക്സസ് ആവട്ടെ. അതെ, ഇത് യൂട്യൂബിലല്ലേ? യൂട്യൂബും ഫേസ്ബുക്കും അടിപൊളി ആവട്ടെ, സൂപ്പർ ആവട്ടെ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ സമ്മാനമാണ് സുൽത്താൻ മച്ചാൻസ് പെർഫ്യൂംസിൻ്റെ പെർഫ്യൂമും ഒരു ചെറിയ വാച്ചുമാണ്. സമ്മാനങ്ങൾക്ക് ചെറുത് വലുതെന്നൊന്നുമില്ല, എന്തായാലും സമ്മാനം ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹം. പിന്നെ നമ്മുടെ കറക്കാട്ട് റിസോർട്ട് മൂന്നാറിലുള്ള, എനിക്കറിയാം അവർ ഒരുപാട് വട്ടം, ഞാൻ ചേച്ചിയാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ട്. അമ്മയിൽ പോയപ്പോൾ എന്നെ അല്ലാതെ ഒക്കെ വിളിക്കുന്ന, എനിക്ക് മെസ്സേജ് ഒക്കെ ചേച്ചി എന്നോട് പറഞ്ഞു കുറേ വട്ടം നമ്മളെ ട്രൈ ചെയ്തു, പക്ഷെ ഭയങ്കര ബിസിയായിരുന്നു. ഞാൻ പറഞ്ഞു കാണാനേ കിട്ടാറില്ല. ഞാൻ പോകുന്നുണ്ട്, ഈ വട്ടം ഞാൻ എന്തായാലും ഒന്നുകൂടെ കൊടുത്തു നോക്കാം. അപ്പോൾ പാറക്കാട്ടിൻ്റെ മൂന്നാറിലുള്ള അവരുടെ റിസോർട്ടിൻ്റെ ഒരു ജാനിയൊക്കെ ആയിട്ട് പോയിട്ട് അടിച്ചു പൊളിച്ച് 2 ദിവസമൊക്കെ നിന്നിട്ട് അടിപൊളിയായിട്ട് വരും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു മുത്തേ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നന്നായി. താങ്ക് യു ചേച്ചി. ഓക്കെ.